الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى عليه مجلس قبول മാറാവുക. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളാണ് ചെന്നോട്ടും ഇന്നലെ വിശദീകരിച്ചതുപോലെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ ലോകത്തുള്ള ഏത് ആത്മാർ എത്ര ചെന്നെങ്കിലും ഒരിക്കലും തീരാത്തതാണ്. കോടിക്കണക്കുള്ള ആത്മാർ പരിശുദ്ധമായ റബീഉൽ അവ്വലും അല്ലാത്തപ്പോഴും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ നിരന്തരമായി ചെന്നുകൊണ്ടുള്ള എല്ലാ സമയത്തും ഓർത്തുകൊണ്ടുള്ള സ്മരിച്ചുകൊണ്ടുള്ള ഒരു മുസ്ലിമുടെ നിസ്കാരം സഹിയാവണമെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുവിന്റെ മാത്രം മുൻകത്തെ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിളിക്കും. അല്ലെങ്കിൽ നിസ്കാരം സമാവും. ഏത് വിഷയത്തിൽ അല്ലാഹു പരിപാടിക്കത്തെ ഇബാദത്തുകളിലെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു കൂട്ടിക്കൊണ്ടുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധ്യവർത്തിയാക്കുള്ള കാരണം ആ മഹാന്റെ പഠിച്ചപ്പോൾ സ്വർഗത്തിലും അല്ലാത്തപ്പോഴും അള്ളാഹുടെ പേരിലൊട്ടിಗೆ മുഹമ്മദ് ചെല്ല പേര് കണ്ടെത്തു. അതുകൊണ്ടാണ് മധ്യവർത്തിയാക്കിയത്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടിട്ട് വേറൊന്നില്ല. അപ്പം അങ്ങനെ ആ നേതാവുടെ മഹത്വങ്ങൾ എത്ര ചെന്നും തീരാത്തതാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വല്ലാഹി ലൗ അന്നൽ ബിഹാറ മിദാദുഹു കടൽ മൊത്തം മഷിയാക്കിയെങ്കിലും പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹാക്കിയെങ്കിൽ എത്ര ബൈത്തു അതിൽ അയാൾ ചൊല്ലു കടലിലുള്ളെങ്കത്തെ തന്നി മഷിയാക്കിയെങ്കിലും ലോകത്തുള്ളെങ്കത്തെ എല്ലാ മരങ്ങൾ സസ്യങ്ങൾ അതിനെ പേനയാക്കിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരല്പം പോലും എന്തിട്ട് തീരലാൻ തോന്നുന്നത് അത് കടൽ പോലെ ഇൽമുള്ളെങ്കത്തെ ആൾമാരാണ് ചോദിച്ചത്. ചിലപ്പോൾ നമുക്കത് അർത്ഥമാവില്ല എന്തരം ചോദിക്കും. ഞങ്ങൾ ചിലപ്പോൾ 10 മിനിറ്റ് ചെന്നിട്ട് മാറ്ററിലെ തീരും. ഞങ്ങളെ പോലത്തെ ആൾമാർ വിഷയം തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ പഠിച്ചെങ്കത്തെ സാഗര സമാനമായ ഇൽമുള്ള ആൾമാർ ചെല്ല് ഇങ്ങനെയുള്ള ആക്കിയെങ്കിലും ചെന്നിട്ട് തീരാതാണ്. അപ്പൊ അത് കടൽ കാണുക കുറച്ച് ആൾമാർ പോയാലും പേര് കടൽ കാണുകയും ചെന്ന് പോയ ആൾമാർ അതിൽ കുറേ ആൾമാർ കര മാത്രം കണ്ട് കടലിലവിടെ എത്തിപ്പെടില്ല എന്നാൽ അത്ര ആൾമാർ ഇന്നാകും. പിന്നെ കുറച്ച് ആൾമാർ കടലിൽ ഇങ്ങനെ ദൂരത്തിൽ നോക്കിയാകും. പിന്നെ കുറേ ആൾമാർ അതിന് സൈഡിലെല്ലാം കാളിട്ടോണ്ടിക്കുന്നത് നമുക്ക് കണ്ടു. അപ്പോൾ പുറത്ത് മാത്രമാണ് അങ്ങനെ ഉൾക്ക പോയില്ല. വേറെ കുറേ ആൾമാർ ചെറിയ ബോട്ടെല്ലാം റെഡിയാക്കിയിട്ട് അതിലിങ്ങനെ കടലിലെ പുറംഭാഗത്ത് പോയാൽ പിന്നെ കുറേ ആൾമാർ നല്ല ബോട്ട് അതാക്കിയിട്ട് കടലിന്റെ തെല്ല് ദൂരത്ത് പോയാൽ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗമാക്കിയിട്ട് കടലിന്റെ അടി കിഴിഞ്ഞിട്ട് വലിയ വലിയ മീൻ പിടിച്ചവന്നാണ്. പക്ഷെ ഇങ്ങനെ ആർക്കും ഞങ്ങൾ കടൽ കണ്ടാൻ ഞങ്ങൾ ആരും ചൊല്ലോതില്ല. ചൊന്നെങ്ക തപ്പാണ്. ഞങ്ങൾ കടൽ കണ്ടിട്ടേ ഇല്ല. കടലിന്റെ ആഴത്ത് കിഴിഞ്ഞിട്ട് മുത്തുമണികൾ എടുത്തു വന്നു നമുക്ക് സാധ്യമായിട്ടില്ല. കടൽ മൊത്തം അങ്ങ് പോയിട്ടുമില്ല. അങ്ങനെ പരിശ്രമം പോലെ എത്ര പോകാവോ എത്ര പോയാലും മാത്രം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ പഠിച്ചെങ്കിൽ ആൾമാറും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെങ്കിൽ അത് സാഗര സമാനം ചൊന്നെങ്കാവല അതിരാട്ടി അപ്പുറമാണ്. ലഹാ മആനി കമൗജിൽ ബഹരി ഫീ മദദി ഖുർആന്റെ ಬಗ್ಗೆ ചെന്നത് അത് കടലിന്റെ സാഗരത്തെ തിരമാല പോലത്തെ ആശയങ്ങൾ ഖുർആൻ കൊണ്ടു. ഖുർആന്റെ ഒരു ചെറിയ പിന്നെ സൂറത്ത് എടുത്തിട്ട് 100 കണക്കിൽ മസല കണ്ടുപിടിച്ചെങ്കിൽ ആൾമാറുള്ള. അതുകൊണ്ടാണ് ഖുർആന്റെ ഒരു ആശയം തീർന്നവിടെ പിന്നൊരു ആശയം ജനിക്കുന്നുണ്ട്. ഒന്ന് തന്നെ തീർത്തും വിചാരിക്കുമ്പോൾ വേറൊന്നും അവിടെ ജന്മമായോണ്ടുള്ളൂ.
അതുകൊണ്ടല്ല 1400 വർഷത്തിന് മുന്നിൽ ഇറങ്ങിയ ഖുർആനിൽ എന്തും വ്യാഖ്യാനങ്ങൾ എഴുതിക്കൊണ്ടുള്ളാറുണ്ടെങ്കിൽ അതപ്പോ എന്ത് കിതാബായിരിക്കും, എന്ത് ഗ്രന്ഥായിരിക്കും. വെറും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ തബ്ബത് യദാ അബീ ലഹബിൻ ഞങ്ങളോട് ഈ അർത്ഥം വെക്കുന്നതിന് 1 മിനിറ്റ് ഉള്ളത് തീരും, അർത്ഥം വെച്ചിരുന്നു. സൂറത്ത് യാസീൻ വിശദീകരണം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ജനറൽ അർത്ഥം തീരും, അർത്ഥം വെച്ച് ഞങ്ങളെ ഇന്നും അത്രേ ഉള്ളൂ. അതേ സമയത്ത് ഷാഫി ഇമാമുടെ പോലുള്ള ആളുമാർക്ക് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ചൊല്ലുന്ന സൂറത്ത് കിട്ടിയെങ്കിൽ അതിലൂടെ നൂറുകണക്കിൽ മസ്അല കണ്ടുപിടിച്ചുകൊണ്ടുള്ളത് അന്ത്യനാൾ വരെ വേണ്ടെങ്കിൽ ആൾമാർക്ക് ഞങ്ങൾ ചെന്ന ലൈലത്തുൽ ഖദറിൽ ഞങ്ങൾ ഖുർആന്റെ ഇറക്കിയ ലൈലത്തുൽ ഖദർ എനിക്ക് എന്തിനു കൊണ്ടുള്ള അത് ഖൈറും മിൻ അൽഫി ശഹർ 1000 തിങ്കളിലാട്ടി വലുത് തീർത്ത് 2 മിനിറ്റ് തീർത്ത്. ഷാഫി ഇമാം അങ്ങനെയല്ല. ഷാഫി ഇമാം ഞങ്ങളെ കണ്ണ് അങ്ങനത്തതാണ്. ഞങ്ങളെ ഈ കണ്ണും പവറുണ്ടോ, കൽബുടെ കണ്ണ് വല്ലാത്ത പവറാണ്. അതുകൊണ്ട് അത് ഖുർആൻ ബഹുമാനപ്പെട്ട ബുസീരി ഇമാം എന്നതുപോലെ കമൗസിൽ ബഹ്രി ഫീ മദദ് കടലിന്റെ തിരമാല പോലത്തെ ആശയങ്ങൾ ഖുർആനിലുണ്ട്. എങ്കിൽ ആ ഖുർആൻ ഇറക്കപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ നബി തങ്ങളെ സാമർത്ഥ്യം എത്രയായിരിക്കും? ഖുർആന്റെ ഒരു സാമാന്യ ആളുടെ ഇറക്കിയെന്ന് സാധ്യമല്ല തോൽക്കൊള്ളൂ. എന്തെങ്കിലും ഖുർആൻ അത്രയും വലിയ ഗംഭീരമാണ്. അപ്പൊ ഞങ്ങൾക്ക് ചിലപ്പോൾ ഖുർആന്റെ ഒരു ആയത്ത് ഞങ്ങൾ എത്ര കത്തുമോദിയ എന്തെല്ലാം ഓതിയ, പക്ഷെ നിങ്ങളെ കൽബുകളോ ബദലാവണ കണ്ടില്ല ചെല്ലുമ്പോ ഖുർആന്റെ തകരാറല്ല, ഞങ്ങൾ കൽബ് കേന്ദ്രമാ തകരാറുണ്ടോ എന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ചില ആൾമാരല്ല ഇസ്ലാമോ വന്ന ആൾമാർ ഇന്നലെ ഒരാളെ ഞാൻ ഓതി ജുബൈർ ഇബ്നു മുത്തഇം റളിയല്ലാഹു അൻഹു ആള് അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട മക്കത്ത് വന്ന് മുശ്രിക്കാണ്. അയാൾ പക്ഷെ മക്കത്ത് വന്നിട്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിലുണ്ട് സൂറത്തു തൂർ അത് ഓതിയുണ്ട് മഗ്രിബ് നിസ്കാരത്തിൽ. ആ ഓതര ശൈലിയും അതിന്റെ അർത്ഥവും ഈ മുശ്രിക്കായ ആൾ മനസ്സിലാക്കിയിട്ട് അപ്പൊ അതിന് ചൊല്ല അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അങ്ങനെ വെറുതെ പഠിച്ചിട്ടുണ്ട് വിചാരിച്ചാറ അല്ല, അങ്ങമേ പഠിച്ചങ്ങമ്മ മനുഷ്യന്മാരെല്ലാം അവസ്ഥ കാണുമ്പോ അങ്ങമേ സൃഷ്ടികർത്തന്മാരും തോന്നിപ്പോവും. അങ്ങനത്തെ ആയത്താണ്. അപ്പൊ ഈ ആയത്ത് നിസ്കാരമല്ല കഴിഞ്ഞാൽ പിന്നെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ട വന്നിട്ട് ചെന്ന് നിങ്ങൾ ഓടിയെങ്കിലത്തെ ആയത്ത് കേട്ട് എന്റെ കൽബ് ഇങ്ങനെ പാറിപ്പോലെ പോയ പോലെ ഇത് ഭയങ്കര അർത്ഥമുള്ള ആയത്തല്ല ഇത്. ഒരു ആയത്ത് കേട്ടപ്പോ ആ മുശ്രിക്കായ ആളെ കൽബ് ചെക്ക് ചെയ്തിട്ടുണ്ടാണെങ്കിൽ എത്രമോ ആയിരക്കണക്കിൽ ആയത്ത് ഓതിക്കൊണ്ടുള്ള കേട്ടിട്ട് ആയോജിച്ചുകൊണ്ടുള്ള പക്ഷെ ഞങ്ങളെ കൽബങ്ങ് പാറപ്പോലെ ഗട്ടിയായി പോയിട്ട് വന്നിട്ട് ഇത് ആക്ഷേപിക്കുള്ള അവനോട് ആക്ഷേപിക്കുള്ളത്. ഞങ്ങളെ കൽബിടെ ಬಗ್ಗೆ ഖുർആൻ ചൊല്ലുന്നത് അത് ഭയങ്കര ഗട്ടിയാണ്. കല്ലിട പോലെ കട്ടിയും ചൊന്നിട്ട് പിന്നെ ഖുർആൻ ചൊല്ലുന്നത് അശദ്ദു ഖസ്വ കല്ലിടാട്ടി അപ്പുറമാണ്. എന്തേ കല്ലിട കൂട്ടത്തിൽ അത് പൊട്ടിയിട്ട് ഇങ്ങനെ തണ്ണി വണ്ട് ചില കൊല എവിടെ അതിന്റെ ഉഗമസ്ഥലം നോക്കിയെങ്കിൽ ചിലപ്പോ പർവ്വതായിട്ടേക്ക് പാറക്കല്ലിടെയാണ് പൊട്ടിയിട്ട് തണ്ണി വന്നുകൊണ്ടുള്ളത്. പക്ഷെ മനുഷ്യരെ കല്ലുവിടെ വയ്ക്കുക സൂറത്തുൽ ബഖറ ചൊന്നുകൊണ്ടുള്ള അശദ്ദു ഖസ്വ ഈ ചൊന്ന പാറക്കല്ലിടാട്ടി കട്ടിയാണ്. ഞാൻ ചൊന്നത് ജുബൈർ ഇബ്നു മുത്ഇം ചൊല്ല മുശ്രിക്കായ ഒരാൾക്ക് ഖുർആന്റെ കുറച്ച് ആയത്ത് കേട്ടപ്പോ കൽബേ അങ്ങ് പാരി പോയിട്ടുണ്ടാ ചൊന്നുകൊണ്ടുണ്ട്. ഖുർആൻ അങ്ങനെയാണ്. ഒരു സാമാന്യ ആളെ മേൽ അത് ഇറക്കിയിട്ടുണ്ടായെങ്കിൽ അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. എന്ത് ഖുർആൻ ചൊല്ലുന്നു ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഞങ്ങമിട്ടു ഈ ഖുർആന്റെ വലിയ പാറയുടെ മേലിൽ ഇറക്കിയില്ലെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ ബർക്കത്ത്. അപ്പൊ അങ്ങനത്തെ ഖുർആന്റെ ഒരു സാമാന്യ മനുഷ്യർക്കോ സത്യമാണ്? സാധ്യമല്ല. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറക്കിയതുപോലെ ആ നേതാവിടെ മേൽ ഇറക്കുമ്പോഴും നബി തങ്ങളെ ഹാലങ്ങ് മാറിയോണ്ടിരുന്ന് ചേഞ്ച് ആവും. ഈ പിന്നെ നെറ്റിന് മേലിൽ ഇങ്ങനെ ശക്തമായി വേർപ്പിങ്ങനെ വേണ്ടത് ഹാൽ മാറും. നേരത്തെ ഇന്ന ഒരു അവസ്ഥയിലല്ല, ചേഞ്ച് ആവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആൻ ഇറക്കുമ്പോൾ അതൊരു ഗംഭീരമാണ്. ആ ഖുർആൻ ഇറക്കുമ്പോൾ അള്ളാഹു തിരഞ്ഞെടുത്തത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ ഞാൻ ചൊന്ന ഖുർആൻ ഇത്രയും വലിയ അർത്ഥങ്ങൾ ആശയങ്ങൾ ഉണ്ടുണ്ടായെങ്കിൽ നബി തങ്ങളുടെ ആശയം അത്രയും താറുമ്പിയായിരിക്കണമെന്നില്ല. കാരണം ഖുർആനിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമുടെ അല്പം കുറച്ചാണ്. അതിനാട്ടി അപ്പുറത്തതും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി കൊടുത്താണ്. അത് ഖസീദത്തുൽ ബുർദത്തുൽ ജല്ല അവസാനം യാ അക്രമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി അതിൽ ഫഇന്ന മിൻ ജൂദിക ദുനിയ വദർറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജല്ല നബിയെ നിങ്ങളുടെ ഇൽമു എത്ര ഓതുന്നുണ്ട്? ഫഇന്ന മിൻ ജൂദിക ദുനിയ വദർറതഹാ ദുനിയാവുടെ ഇൽമെല്ലാം നിങ്ങൾക്കുണ്ട്, ആഖിറത്തെ ഇൽമും നിങ്ങൾക്കുണ്ട്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി നിങ്ങളുടെ ഇൽമുടെ കുറച്ചാണ്, ലൗഹും കലമുള്ളതെല്ലാം നിങ്ങളുടെ ഇൽമുടെ അല്പം മാത്രമാണ്. ഞങ്ങൾ ചെല്ല എല്ലാം ലൗഹും കലമും ലൗഹുൽ മഹ്ഫൂദുൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ ഇതുകൊണ്ട്. പക്ഷെ
അത് നിങ്ങളെ ഇൽമിന്റെ തെല്ല് മാത്രമേ നിങ്ങൾക്കോ നിങ്ങൾക്ക് അതിനാട്ടി അപ്പുറം ഉള്ളൂ. എന്നിട്ട് ഖുർആൻ ചൊല്ലുന്നു വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. ഗുരുത്തില്ലാത്തതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് വഴിപാടി തന്ന, അല്ലാഹു നിങ്ങൾക്ക് വലിയ ഔദാര്യം തന്ന ഖുർആന്റെ 1 മുതൽ അലിഫ് ലാം മീം മുതൽ അവസാനം സൂറത്തുൻ നാസ് ലാസ്റ്റ് വരെ മദ്ഹുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അല്ലാഹു മദാക്കിയുള്ളത്. അപ്പോൾ ഞാൻ ചൊല്ലുന്നു ഇങ്ങനത്തെ ഒരു നേതാവിനെ ഒരാൾക്ക് വർണ്ണിക്കോ സാധ്യയില്ല എന്നാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അപ്പൊ കുറച്ചാൾമാർ കുറച്ചെല്ലാം വർണ്ണിക്കട ആളെ ചൊല്ല ആളെ നോക്കണമെന്നില്ല, വിഷയം എന്തിനാ നോക്കണേ. ഒരു പக்கம் തേനുണ്ടോന്ന് പേരിക്കാം, ആ തേനെടുക്കൂ ഒരാൾ വലിയ അധ്യക്ഷ വൈദ്യന് പേരിക്കാം, കാര്യദർശി വൈദ്യന് പേരിക്കാം, സാമാന്യ ഒരാൾ വൈദ്യന് പേരിക്കാം, കണ്ടത്തിൽ പണിയെടുക്കണവൻ പോയാൽ പേരിക്കാം, 5 പൈസത്തെ വിലയില്ലാത്തവൻ പോയാൽ പേരിക്കാം. എന്നാലും അവൻ എടുക്കുന്നത് തേനാണ്. അവൻ കൊമ്പണ്ട തേനക്ക് നല്ല മധുരമുണ്ട്. ആളെ നോക്കേണ്ടതിനാണ് ചൊല്ലങ്കെത്ത നന്റെ നോക്കേണ്ട സബ്ജക്റ്റാണ് നോക്കണായി. ആ സബ്ജക്റ്റ് ലോകത്തെ ഏറ്റവും വലിയ സബ്ജക്റ്റാണ്. ഇതിനാട്ടി വലിയൊരു സബ്ജക്ട് ഉണ്ടോ ഒരാൾ ചോദ്യം അവർക്കുള്ളത് കളവാണ്. എന്റെ ലോകത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടം ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണനാക്കല്ല. അള്ളാഹു ആക്കിയതും വർണ്ണന മാത്രമാണ്. ഓരോ സൂറത്തെ അള്ളാഹു ഇറക്കിക്കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലുക മാത്രം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ അലം നശ്റഹ് ലക സദ്റക ഇന്നാ അഅതൈനാകൽ കൗസർ. ഇതിലെല്ലാം ചൊല്ല് ഓരോ സൂറത്ത് മൊത്തമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു മദ്ഹാക്കിക്കൊണ്ടുള്ള. അപ്പൊ അങ്ങനെ ആ സബ്ജക്ട് അപാരമാണ്, ഏറ്റവും വലിയ മഹത്വമുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മദ്ഹാക്കളോടുകൂടെ എപ്പോഴാണ് തെറ്റില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോതികൊണ്ടുള്ള റബീഉൽ അവ്വൽ 1 മുതൽ തുടങ്ങിയത് ഐക്കും 1 തുടങ്ങിയ താൽമാറുള്ളത്, വർഷപൂർത്തി മങ്കൂസ് മൗലിദ് ഓതിരക്കിയ താൽമാറുള്ളത്, ഡെയിലി ഒരു ഹദീസ് ഓതിരക്കിയ താൽമാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയ ഫിർസത്ത്. അപ്പൊ ഇങ്ങനെയെല്ലാം ഞങ്ങൾ ആക്കിക്കൊണ്ടുണ്ടല്ല ഇതിന് മഹത്വമാണ്. നിമിത്തങ്ങൾ കിട്ടേണ്ട. അപ്പൊ ഞങ്ങളെ ഒത്തുന്ന മൗലിദ് ഓതുക, അതുപോലെ ഞങ്ങളെ ഒത്തുന്ന ഡെക്കറേഷൻ ആക്കില്ല. റബീഉൽ അവ്വൽ ബന്ധത്തിന് വലിയ ഖുശിയാണ്, ഭയങ്കര പള്ളിയിൽ അവിടെ എല്ലാവരും ഇതിലൂടെ നേട്ടം ആർക്ക് കിട്ടേണ്ടത് നക്ക് മാത്രമാണ്. അല്ലാണ്ട് നാടിങ്ങനെ ആക്കിയത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അങ്ങനെ കണ്ടുകൊണ്ടില്ല. മാ ഇൻ മദഹ്തു മഖാലതി മാ ഇൻ മദഹ്തു മുഹമ്മദൻ ബി മഖാലതി ലകിൻ മദഹ്തു മഖാലതി ബി മുഹമ്മദി. ചില മഹാന്മാർ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസ്ഥാന കവിയാണ്, സ്വഹാബി. അയാൾ മുതൽ ഇന്ന് വരെയുള്ള ആൾമാർ, അന്ത്യനാൾ വരെയുള്ള ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെന്നാലെങ്കിലും ആ മദ്ഹിലൂടെ അവളാണ് അവൻ പവർ കൊടുത്തുകൊണ്ടുള്ളത്. അപ്പൊ ഞാൻ ഈ മദ്ഹാക്കുമ്പോ പവർ കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നക്കാണ്. നന്റെ വകയാണ് ഞാൻ നോക്കിക്കൊണ്ടുള്ളേ, നന്റെ പലക്കത്തെയാണ് ഞാൻ ചന്താക്കിക്കൊണ്ടുള്ളേ. നന്റെ പലക്കത്തിൽ ചന്ത വർണ്ണ, നന്റെ സംസ്കാരത്തിൽ ചന്ത വർണ്ണ, നന്റെ ആഗ്രഹവും ചന്ത വർണ്ണുണ്ടായെങ്കിൽ ഞങ്ങൾ പിടിക്കണായ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഇന്നലെ ഞാൻ ഒരു വലിയ ആലിമുടെ അയാൾ ഇന്റർവ്യൂ കേട്ടു. അതിൽ അയാളുടെ ഒരു ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ഒറ്റ വാക്കിൽ ചൊല്ലണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തിനു ചൊല്ലാറ്, എന്തിനു ചൊല്ലുമ്പോ ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ಒಂದೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಬೇಕು ಅಂತಂದ್ರೆ ಎಂതാണ് നിങ്ങൾ ചൊല്ലണേ? അയാളെ മറുപടി ഞാൻ ചൊല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. അയാൾ മറുപടി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ആംഗിളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കണം. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ അല്ലാഹുവിനെ മനസ്സിലാക്കുമ്പോ അല്ലാഹുവിന്റെ അടുത്തേക്ക് ആളെന്തായിരിക്കും? ഈ പ്രധാനമന്ത്രിയുടെ ആള്, അയാൾ എത്ര വലിയ ആളാണ്, അയാൾ പറഞ്ഞ വലിയ ആദരവ് കൊടുക്കുന്ന കാരണം എന്തെന്ന് ചൊന്നെങ്കിൽ ഈ ബന്ധക്കെത്ത ആള് പ്രധാനമന്ത്രിയുടെ ആളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു അംബാസിഡർ കൊണ്ടുണ്ടായെങ്കിൽ കൂടെ അയാളെ സ്വീകരിക്കൂ. എന്തെല്ലാമാണ് റബ്ബേ, കാരണം ഇത് ആളാണ്. കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനവീയത്തെ ഹരിക്കാറ അങ്ങനെ ചെല്ലണ്ടല്ല, അത് ചെല്ല. അതിപ്പോ ഒരു സാമാന്യ ഹിന്ദുക്കളായ മുസ്ലിമീങ്ങളായ ആൾമാരിലേക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ പരിചയമാക്കി കൊടുക്കണം. എങ്ങനെ? അത് മനുഷ്യത്വത്തിന് വേനായി ശബ്ദിച്ചെങ്കിയ ആളാണ്, ಕಾರ್ಮಿಕರಿಗೆ ಬೇಕಾಗಿ ಶಬ್ದವೆತ್ತಿದ ಆಳಾണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ മോചിപ്പിച്ചെടുത്ത ആളാണ്. ഇങ്ങനെയുള്ള ചെല്ല പുറത്തിങ്ങനെ പബ്ലിക്കിൽ ചെല്ലുക, അങ്ങനെയുള്ള ചെല്ല. അതേ സമയത്ത് മുസ്ലിമായ ആൾ അങ്ങനെ മാത്രം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത ആൾമാരാണ് ആ നബി തങ്ങളെ ಬಗ್ಗೆ 10 മിനിറ്റ് തന്നെ തെറ്റിട്ട് മൗലിദ് ഓതാൻ ചെല്ലും. അങ്കതാവുണ്ട് എന്തെന്ന് ചൊല്ലുന്നത് അതൊരു സ്ത്രീ വിമോചക. അങ്ങനെ എത്ര നേതാക്കന്മാരോട് കഴിഞ്ഞു വരാറ്.
അങ്ങനെ മനസ്സിലാക്കുന്നില്ല. നന്റെ ഈമാൻ പൂർത്തിയാവുന്നുണ്ടായെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് മാനവീയത്തെ അധികാരമല്ല, മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, പടച്ചോൻ കടത്തിരിക്കത്തെ ദൂതനാണ്, റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നന്റെ ഖൽബിൽ തെക്കുമ്പോൾ മാത്രമാണ് നന്റെ ഈമാൻ പൂർത്തിയാവുക. ഒരു വ്യക്തിയുടെ ഇമ്മാതിരി അള്ളാഹു മദ്ഹാക്കിടാൻ ചെന്നെങ്കിൽ ആ നേതാവിന്റെ പൗരത്തായിരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹത്വം എത്രയായിരിക്കൂ. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾ ആരും കേട്ടെങ്കിൽ ഉത്തരം എന്തരായിരിക്കൂ? ഈ ഉമ്മത്തിൽ, ഈ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അഫ്ദലുൽ അംബിയാ അഫ്ദലുൽ ഖൽഖി ബഅദൽ അംബിയാ അല തഹ്ദീഖ്. അംബിയാക്കന്മാരിൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള ആൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അയാൾ കുറെ നിസ്സാരത്തോടെ കുറെ നോമ്പടവിടെ നിന്ന് കാണുന്നില്ല, അതെല്ലാം അക്കിങ്കത്തെ ആളാണ്, വലിയ ആളാണ്. പക്ഷെ അയാളോട്ട് കേട്ടാൽ നിങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണ്? ഇതിനർത്ഥം ഫർദായ നിസ്കാരം നോമ്പെല്ലാം കൊണ്ടിട്ടു ഇതിന് മാപ്പത്ത് ലോചിക്കൊണ്ടല്ല. എന്നാൽ പലപ്പോഴും ചെന്നൊരു അവർക്ക് വർക്കാണ്ട് തലകെട്ടി ഓർത്ത വിജയാണ്. ഇന്ന് കുറെ ആൾമാർ അങ്ങനെ ആക്കിടാറ്. അത് നിസ്കാരമില്ല, ഫർദ് നിസ്കാരമില്ല, നോമ്പില്ല, അവ ഗൗജി മാത്രമാണ്. എത്ര വേണം ഗൗജാക്കുക, എത്ര ഗಂಟ ജാവ് വേണം വർക്കുള്ള, എത്ര വേണം കാക്കട സുബൈ നിസ്കരിക്കണോ, സുബൈ നിസ്കാരമില്ല. ഇങ്ങനത്തെ ഒരു മഹബത്താറും പ്രകാരം അത് മഹബത്തല്ലത് കാപ്പറ്റിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവുകയില്ല. ഒറിജിനൽ മഹബത്തും ചെന്ന് അള്ളാഹു ചെന്ന ഫർദായ കാര്യം ഞാൻ കൊണ്ടുവരാനായെങ്കിൽ നിന്റെ മഹബത്ത് കേന്ദ്രമാണ് തകരാറുള്ളൂ. ഈ മഹബത്തിനെ ಬಗ್ಗೆ മഹാന്മാർ ചെന്നാൽ ഇതെപ്പ ഊരിപ്പോവും ചെല്ലവാവില്ല, ഇതെപ്പ ശാശ്വതമല്ല. അതുകൊണ്ട് അള്ളാഹു ചെന്നെങ്കിലത്തെ കട്ടായ കാര്യങ്ങൾ വിട്ടുവിട്ടു സുന്നത്തായ കാര്യങ്ങൾക്ക് ഒരാൾക്ക് പോകുന്നുണ്ടില്ല. അന്ത്യനാളിൽ ഏറ്റവും വലിയ ദുരത്തായിട്ട് ഇമാമിയങ്ങൾ ചെല്ലുന്നത് കൊണ്ടുള്ള ഐച്ഛികമായ കാര്യങ്ങളാക്കും എനിക്ക് ഇഷ്ടമാണ്, സുന്നത്തായ. അതേസമയം ആക്കുണയങ്കിലത്തെ കാര്യങ്ങളാക്കില്ല, വേറെ വേറെ എന്തെല്ലാം അനാവശ്യം ചൊല്ലെങ്കിൽ ഇതിൽ ബഗ്യാൻ മാത്രമല്ല ചൊല്ല, എല്ലാ ബഗ്യം ഞങ്ങളുടെ ലൈഫിന്റെ ಬಗ್ಗೆ ഞങ്ങൾ എടുത്തിട്ട് നോക്കാം. അഗത്യമുള്ള വിഷയത്തിൽ നിങ്ങൾ പോകുന്നില്ല, അനഗത്യമായ കുറെ വിഷയത്തിൽ പോകണ്ട. അതേപോലെ ഒരാൾ ഫർദാക്കും മുന്നിൽ കണ്ടേയില്ല, അവൻ നിസ്കരിക്കണം ചെന്നെങ്കിൽ പാലക്കൽ പുറപ്പാട്ടി പോലെ. അതേസമയത്ത് ഒരു 4 ಗಂಟೆ ഒരു സലാത്ത് കണ്ടു അവൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. 2 റക്അത്ത് നിസ്കരിക്കവാ 2 മിനിറ്റ് സൊറാൻ ചൊല്ലെങ്കിൽ ಹಿಮಾಲಯത്തെ ಎವರೆಸ್ಟ್ ತರಡೆ ಮೇಲೆ ಪೊರ್ಪಾಟಿ പോലെ ಅವರು ಅಪ್ಪ ನಾನು ಅಂಚನಾಕೊಂಡು യന്ത്രം അവർ തകരാറുന്ന കൊണ്ടു കൂടുതൽ ഇബ്ലീസിനെ ശിപ്പിച്ചുകൊണ്ടുള്ള അപ്പോൾ ഫർദായ കാര്യങ്ങൾ വിട്ടിട്ടു ഒരു ഐച്ഛികമായ കാര്യത്തിൽ പോയില്ല. അപ്പോൾ ഇവിടെ സിദ്ദീഖ് എന്നോടൊട്ടിಗೆ കേൾക്കാറ് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അപ്പൊ അയാൾ 3 കാര്യങ്ങൾ ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 കാര്യം ഇഷ്ടമാണ്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ, സുഗന്ധത്തൊട്ടിಗೆ വലിയ ഇഷ്ടമാണ്, സ്ത്രീകളൊട്ടിಗೆ ഇഷ്ടമാണ്, നിസ്കാരത്തൊട്ടിಗೆ ഭയങ്കര ഇഷ്ടമാണ്. 3 കാര്യം ചൊന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നക്ക് 3 കാര്യം ഇഷ്ടമാണ്, ഉമർ റളിയല്ലാഹു അൻഹു നക്ക് 3 കാര്യം ഇഷ്ടം. ഇങ്ങനെയാണ് എന്നിട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു കിതാബുൽ റഫീൽ അൽ ഇസ്തിഅദാദു യൗമിൽ മആദ് അതിൽ അയാൾ വിശദീകരിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് അയാൾ ചെല്ല് നക്ക് നന്റെ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം എന്തെന്ന് ചൊന്നെങ്കിൽ അന്നദുർ ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് നോക്കൂ, ഇതാണ് എന്റെ ഇഷ്ടമാണ്. വേറെന്തോ അയാൾ ചൊല്ലുന്നത്. പിന്നെ 2 കാര്യം വേറെ ചൊല്ലു. ഏറ്റവും പ്രധാനമായി അയാൾ ചൊല്ല അന്നദുർ ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു, നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കും, അത് ഭയങ്കര ഇഷ്ടമാണ്. മദീനത്തെ റബീഉൽ അവ്വൽ പന്തിൻ്റെ കൂടിയ ഒരാൾ ദമാമുടെ ഒരാൾ വേണ്ട, അയാൾ റബീഉൽ അവ്വൽ പന്തിൻ്റെ ഒപ്പം മദീനത്തിൽ എത്തിയിട്ട് കുറേ ആടെടുത്തിട്ട് ഇങ്ങനെ സ്വലക്കാക്കും മൗലിദെല്ലാം വരും. അപ്പൊ അയാൾ എന്തിനാക്കുന്നത് ഈ മദീനത്തെ കുബ്ബ കാണ്ട് റൂം എടുക്കണമായിരുന്നു, നിർബന്ധം അയാൾ. അപ്പൊ മുന്നലെ പൊക്കാക്കി വെച്ചിരിക്കും, ചമ്മ അൽമാരെ കൂട്ടും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ തോന്നുണ്ടാ അങ്ങനെ ഒരു കുബ്ബ കാണ്ടവിടെ റൂം എടുക്കുന്നുണ്ട്, കുബ്ബ കാണ്ടിന് വേറെത്തെ റൂമുണ്ട്. അപ്പൊ അങ്ങനെ മദീനത്തുള്ള കുബ്ബ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മക്കത്തുള്ള കഅബ നോക്കൽ ഇബാദത്തല്ല, അതുപോലെ മദീനത്തുള്ള കുബ്ബ മഹബത്ത് കൊണ്ടല്ലേ നോക്കണേ, അതുക്കും കൂടി കിട്ടുന്നുണ്ടാകും നോക്കണേ ഇബാദത്ത. അപ്പൊ ഇവിടെ അയാൾക്ക് ഇപ്പൊ പ്രൂഫ് മനസ്സിലാക്കി കുറെ ആളുകൾ കണ്ടിട്ടോ നിങ്ങൾ പക്ഷേ പ്രൂഫ് ചൊല്ലണോ. അപ്പൊ ഞാൻ ചെന്ന് നക്കപ്പ ഇത് നെനപ്പൈത്ത് എന്ത് അൽ ഇസ്തിഅദാദു യൗമിൽ മആദ് ചൊല്ലിക്കത്തെ ഈ കിതാബ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചെന്നെങ്കിൽ സഹീഹുൽ ബുഖാരി വ്യാഖ്യാനം എഴുതിയ ലക്ഷക്കണക്കിന് ഹദീസ് കൊണ്ടുള്ള മഹാനാണ്. അയാൾ ചൊന്നത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നന്റെ ഇഷ്ടം ചൊല്ലുന്നത് നിങ്ങളെ മുഖത്ത് നോക്കുന്നതാണ് ഇഷ്ടം. ഇന്ന് ആ മുഖം ബാഹ്യമായ ലോകത്ത് നക്ക് കണ്ടോട്ടില്ലേ, പിന്നെ എന്താക്കുക ആ നേതാവിന്റെ മേലുള്ള കുബ്ബയെ നോക്കൂടെ. അപ്പൊ ആ ചൊല്ലുന്നത് ഈ ചൊല്ലുന്നതൊക്കെ വിട്ടാവും. അതുകൊണ്ട് ഇയാളെ മഹബത്ത് അർത്ഥമുണ്ട്. ഇത് മഹബത്തുള്ള ലോകമാണ്, പിൻസത്തുള്ളതാണ്. പിൻസത്തിൽ നിന്ന് തൂക്കിയെത്തുമില്ലേ,
തെളിവ് കേൾക്കുകയില്ല, ഖുർആനിലുണ്ട് ഹദീസിലുണ്ട് കേൾക്കുകയില്ല. അതൊരു മഹബ്ബത്തിന്റെ ഭാഷയാണ്. പിന്നൊന്ന് ശക്തി കൊടുക്കുമ്പോൾ ഒരു ചെറിയ തെളിവ് നമുക്ക് തരുന്നത്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഇതിൽ മാതിരി. അയാളെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം നോക്കി നിൽക്കണേ. ഇപ്പൊ നക്ക് ആ വോൾട്ടേജ് ഇല്ല. അപ്പൊ ഞാൻ എന്താക്കുന്നു ചൊന്നെങ്കിൽ ആ നേതാവുടെ ഹുജറത്ത് ശരീഫത്തെ മേലുള്ള ലോകത്തെ ഏറ്റവും വലിയ സിമ്പിളായ പരിശുദ്ധമായ റുഖബത്തുൽ ഖദറാ ഞാൻ നോക്കി നിൽക്കണേ. അപ്രൂഫ് അങ്ങ് ചെന്നപ്പോൾ അയാൾ സമാധാനായി. അപ്പൊ ഞാൻ ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു നേതാവുടെ മദഹാക്കി തീർപ്പോ സാധ്യയില്ലാണ്ടാതൊന്ന് ഒരു ചെമ്മ നേതാക്കന്മാർ കഴിഞ്ഞു പോയില്ല. ചെമ്മ ആൾമാരുള്ള 100 വർഷത്തിന് മുന്നേ കഴിഞ്ഞു പോയാൽ 150 വർഷത്തിന് മുന്നേ ചെമ്മ നേതാക്കന്മാർ കഴിഞ്ഞു പോയാൽ ഓരോ പ്രസ്ഥാനത്തിനും അത് ഉണ്ടാക്കിയെങ്കിലത്തെ നേതാക്കന്മാരുള്ള ഇന്ത്യൻ രാഷ്ട്രപിതാവുണ്ട്. ചെമ്മന്മാർ ഞങ്ങളെ ഇന്ത്യത്തിലെ വലിയ വലിയ നേതാക്കന്മാരുള്ള. പക്ഷെ ഈ നേതാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിൽ കമ്പയർ ആക്കുകയേ ആവുള്ളേ. ഇനി അവർക്ക് ആക്കിടാണ്ടായെങ്കിൽ ആ ഒരു നേതൃത്വത്തെ വ്യത്യാസം എന്താണ്? ഇവിടെ എത്ര നേതാക്കന്മാർ കഴിഞ്ഞു പോയില്ലാറുണ്ടായെങ്കിലും ചിലപ്പോൾ അങ്ങ് ഒരു പക്ഷം സ്ഥാപിച്ചിരിക്കുക. ആ പക്ഷത്തിൽ പോലെ കാണുന്ന നിയമമല്ലേ അതിലിപ്പോൾ ഞാൻ പാലനാക്കുക. ഗാന്ധിജി അയാളെ പിന്നെ രാഷ്ട്രപിതാണ്, അയാൾ വലിയ നേതാവാണ്. അയാളെ പക്ഷത്തെ അനുകരിക്കണമെങ്കിൽ താഴ്മാരിക്കുവാറ്, അയാളെ കൊണ്ടു നടക്കണമെങ്കിൽ താഴ്മാരിക്കുവാറ്, അയാളെ ആശയത്തെ സ്വീകരിക്കണമെങ്കിൽ താഴ്മാരിക്കുവാറ്. അതുപോലെ നെഹ്റു ഉണ്ട്. അങ്ങനെ തുടങ്ങി എത്ര മാർമാർ ഇപ്പൊ കഴിഞ്ഞു പോയെങ്കിൽ മുന്നത്തെ വലിയ വലിയ നേതാക്കന്മാരെല്ലാം കമ്മ്യൂണിസ്റ്റ് ആവട്ടെ അല്ലാത്ത ഏത് പക്ഷത്തെ വേണം നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് വിശദീകരിക്കുന്നത്. അവിടെ എല്ലാം അതിലെ സൂത്രധാരന്മാരുള്ള നേതാക്കന്മാരുള്ള സുധാരണാവാദികളുള്ള ഇതൊരു ഭൗതികമായ നേതാക്കന്മാരുണ്ടായെങ്കിൽ ആത്മീയമായ കുറെ നേതാക്കന്മാരുള്ള സ്വാമിമാരുള്ള ഗുരുമാരുള്ള എത്രയോ വലിയ വലിയ ക്രാന്തി സൃഷ്ടിച്ചെനിക്ക് ആൾമാരുള്ള എന്തും ഞങ്ങളെ സ്മരിക്കണം. അങ്ങനത്തെ കോടിക്കണക്കിന് നേതാക്കന്മാർ ഇപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നോക്കുക. ഏതെങ്കിലും ഈ ചൊന്നെങ്കത്തെ നേതാവുടെ ആശയം സ്വീകരിക്കുക, അവരുടെ പക്ഷത്തെ കാനൂൺ സ്വീകരിക്കുവാൻ അല്ലാണ്ട് ഏതേ ഒരു നേതാവ് നടന്ന പോലെ നടക്കണമെങ്കിൽ അണിയായിരിക്കുവാണ്. ഏതെങ്കിലും ഒരു നേതാവ് ഷർട്ടിട്ട പോലെ ഷർട്ടിട്ട് നടക്കണമെങ്കിൽ അണിയായിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു നേതാവ് കിടന്ന പോലെ നക്കും കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അണിയായിടേയും കാണുക സാധ്യത. ഏതേ നേതാവ് ചിരിച്ച പോലെ നക്കും ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നേതാവിനെയും കാണുക സാധ്യത. ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾ എന്നോട് നോക്കൂ. ഇങ്ങനത്തെ അണിയായി ഏത് നേതാവാണ് കിട്ടിയത്? അവിടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബൈക്ക് എനിക്കുമ്പോ നക്ക് നിനപ്പവരും എൻ്റെ നേതാവുടെ പക്ഷത്ത് ചേർന്നെങ്കിത്തെ വെറും ഒരു മെമ്പർ മാത്രമല്ല ഞാൻ. ആ നേതാവ് എനിക്കുമ്പോ എങ്ങനെയാണോ എനിച്ചത്, എനിക്കുമ്പോ എന്താണ് ദിക്ർ ആ നേതാവുടെ വായില വന്നത്, കിടക്കുമ്പോ ഏത് ഭാഗത്തിലാണ് തിരിഞ്ഞിട്ട് കിടക്കുന്നത്, ഇതെല്ലാം ആഴ്ചയാക്കണം. അപ്പോഴാണ് നമുക്ക് മഹബത്ത് വന്നത്. ആ നേതാവ് പള്ളി കിടക്കുമ്പോ ഏത് കാൽ വെച്ചിട്ടാണ് പള്ളി കിടന്നത്, ബാത്റൂം പോകുമ്പോ ഏത് കാൽ വെച്ചിട്ടാണ് ബാത്റൂം പോകുന്നത്, തല വാറുമ്പോ എങ്ങനെയാണ് ഭാര്യത്, ഉതെടുക്കുമ്പോ എങ്ങനെയാണ് ഉതെടുത്തത്, കുളിക്കുമ്പോ എങ്ങനെയാണ് കുളിച്ചത്. ഓണം കൊണ്ട് ഭാര്യയും സുഖം അനുഭവിച്ചെങ്കിലത്തെ പെണ്ണ് ജനാപത്ത് വലിയ അശുദ്ധി. ആ അശുദ്ധി കഴിഞ്ഞിട്ട് അവൻ കുളിക്കൊള്ളുമ്പോ എങ്ങനെയാണ് കുളിക്കൊള്ളായത്, ഇനി ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ എങ്ങനെയാണ് ഇതിന്റെ രീതികൾ, ഇതാണ് പരിപാടി തന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവുടെ ഒരു 5 മിനിറ്റ് ആഴ്ചയാക്കി മഹബത്ത് വന്നത് ഉറപ്പാണ്. എന്തുകൊണ്ട് ജീവിതത്തെ ഏറ്റവും ആഗ്രഹവും ഒരാളെ നാം അനുസരിച്ചുകൊണ്ടുള്ള അനുകരണാക്കിക്കൊണ്ടുള്ള ബിഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബഅന്ന വതാബിഅന്ന തഅദില. ആ നേതാവ് ചൊല്ലിങ്കത്ത പലക്കത്തിൽ, ആ നേതാവ് പിന്നെ ആക്കിങ്കത്ത പ്രവർത്തനങ്ങളിൽ, അതുപോലെ തക്രീറ ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ടായി അത് നമുക്ക് പ്രൂഫാണ്, തെളിവാണ്. ഇനി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചിരിച്ചിട്ടുണ്ടെന്ന് അതിനെ പറ്റി മാത്രം കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എങ്ങനെ ചിരിക്കണമെന്ന് ഒട്ടാസി ചിരിച്ചുള്ളത് മനുഷ്യന് സ്വയം പണ്ടൊക്കെ ഒരു വിഷയമല്ല. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കലാണ് മനുഷ്യൻ. എന്തൊരു അത്ഭുതം, സഡൻ ചിരി വരും. ആ ചിരി വരുമ്പോഴും നീ എങ്ങനെ ചിരിക്കണോണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നുണ്ടായ വല്ലാത്തൊരു വിഷയമല്ല, ഭയങ്കര വിഷയ. ഒട്ടാസി ചിരിക്കുമ്പോഴില്ല, അത് പാടില്ല, പൊട്ടിച്ചിരിക്കേ ഒപ്പയിട്ടേ അതൊന്നും പാടില്ല. എങ്ങനെ ചിരിക്കുന്നോണ്ട് വഴിപാട്ടിത്ത്, എങ്ങനെ പുഞ്ചിരിക്കുന്നോണ്ട് വഴിപാട്ടിത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പോയി എങ്ങനെ പേരുകൊണ്ട് വഴിപാടിത്ത്, ഒരു മീറ്റിംഗ് പോയി ആ സഭയുടെ മര്യാദ വഴിപാടിത്ത്, തിന്നുമ്പോ നന്റെതേ പൈസ നാണേ ഭക്ഷണം പോകുമ്പോ എന്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ആ തിന്നുമ്പോ നിയമങ്ങളുണ്ട്, ആദാബുൽ അഖൽ, തിന്നുന്ന മര്യാദകൾ എത്രയാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. തണ്ണി കുടിക്കുമ്പോൾ ഇങ്ങനെ കൊട്ട കുടിച്ച പോലെ കുടിക്കലല്ല, ഒരു തണ്ണിയിൽ 3 കുടുക്കായിട്ട് കുടിക്കണമെന്ന്, ഭർത്ത കയ്യിൽ കുടിക്കണമെന്ന്, ബിസ്മി ചെന്നിട്ട് കുടിക്കണമെന്ന്, ജസ്റ്റിട്ട് കുടിക്കണമെന്ന്. ഒരു കുടികളുടെ എത്രയെല്ലാം സുന്നത്തുകളാണുള്ളത്.
ഈ സുന്നത്ത് ആരമട്ടത്തെ നമ്മൾ ഫോളോ ആക്കാൻ ചെന്നെങ്കിൽ അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് വെറും കാർമ്മികരിക ಬೇಕಾಗಿ ಮಾತ್ರ ಶಬ್ದ ವ್ಯಕ್ತಿಗೆ ಆಳು ಚೊಲ್ಲುಟ್ಟು ചില പ്രസംഗിക്കലാൽമാരും ചെല്ലാറ് ഞങ്ങൾ ചില പക്കത്തല്ല കേൾക്കുക അവിടെ മാത്രം സീമിതാക്കുമായ ആളല്ല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾക്ക് വർണ്ണിച്ച് ചൊന്നു തീർപ്പോ സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ആ നേതാവുടെ സൗന്ദര്യങ്ങൾ വിശദീകരിക്കവിടെ വലിയ വലിയ സ്വഹാബത്തിനെ കണ്ടില്ല എന്താണ് ഞങ്ങൾ പഠിച്ചതാണ്. മുന്നിൽ ചെറിയ ചെറിയ സ്വഹാബത്തിനെ കണ്ടിട്ട് ചെറിയ ചെറിയ ആൾമാർ അനസ് റളിയല്ലാഹു പോലത്തെ ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യത്തെ പഠിച്ചാറ്. വലിയ വലിയ സ്വഹാബത്ത് കണ്ണെത്തി പോലും നോക്കുന്നത് ചിലപ്പോൾ വേടിയിട്ട് അത്രയും വലിയ ഗംഭീര്യത്തെ ഉള്ളെങ്കിത്ത ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 1400 വർഷത്തിൽ നമുക്ക് മഹാന്മാർ ചെന്തന്നാറല്ലേ, സ്വഹാബത്ത് നമുക്ക് പരിപാടി തന്നാറല്ലേ, അത് സമ്പൂർണ്ണമായിട്ട് ചൊല്ലുവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് ചെന്നാറ്. അതല്ല അംറുല്ലാഹി പറ്റി കേട്ടാൽ നീ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിക്കുവാറാ വിശദീകരിക്കുവാറാണ് ചെല്ലുമ്പോൾ അയാൾ ചൊല്ലു എന്റെ കൊണ്ട് സാധ്യയില്ല, എത്ര വലിയ സ്വഹാബിയാണ് അംറുല്ലാഹി. എന്റെ കാരണം ചെന്ന് അയാൾ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എന്റെ രണ്ട് കണ്ണ് നിറച്ചിട്ട് നോക്കുന്നൊക്കെയായിട്ടില്ലേ. അതുകൊണ്ട് നബി തങ്ങൾ എങ്ങനെയും തീണ്ടുന്നു വർണ്ണിക്കൂ ചെന്ന് തന്റെ കൊണ്ടാവുന്ന ആരാണ് ചൊല്ലുന്നത്? ഒരു സ്വഹാബിയാണ് ചെന്നുകൊണ്ടുള്ളത്. പിന്നെ അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അവിടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദ പോലമേ വേറൊരു ബൈത്തുണ്ട്, ഖസീദത്തുൽ ഹംസിയാണ് അതിന്റെ പേര്. 456 ബൈത്തും അതിൽ ആ മഹാൻ അതിനെ ഫസ്റ്റ് ചൊല്ലെ കൈഫ തർഖാ റുഖിയൽ അംബിയാഉ യാ സമാഅൻ മാ താവലത്ഹാ സമാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉയർന്നങ്കത്തെ സ്ഥാനത്ത് അമ്പിയാക്കന്മാർക്ക് എങ്ങനെയാണ് ഉയർവ് സാധ്യമാവുക? ഔലിയാക്കന്മാരെ വിഷയം പിന്നെ അതിൽ പിന്നെ വന്നെങ്കത്തെ ആൾമാരുടെ വിഷയം പിന്നെ അമ്പിയാക്കന്മാർക്ക് വരെ നിങ്ങൾ എത്തിയങ്കത്തെ സ്ഥാനത്ത് ഉയർവ് സാധ്യമേ അല്ല. ഒരു അമ്പിയാവും എത്തിപ്പെടാത്ത ജാഗയിൽ എത്തിപ്പെട്ടെങ്കത്തെ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ബൈത്തില് 456 ബൈത്തിലെ 3ാമത്തെ ബൈത്തിൽ അയാൾ ചൊല്ലു ഇന്നമാ മത്തലു സിഫാതിക ലിന്നാസി കമാ മത്തലൻ നുജൂമൽ മാഉ. ആൽമാർ നിങ്ങളെ ಬಗ್ಗೆ പ്രസംഗിച്ചുകൊണ്ടുള്ളവരല്ലേ, ആൽമാർ നിങ്ങളെ ಬಗ್ಗೆ എന്തുകൊണ്ടുള്ളവർ വർഷങ്ങൾ എത്രയ്ക്ക് നിരന്തരമായി ദൈനംദിന സെക്കൻഡിൽ വരെ എത്ര ആൾമാർ ലോകത്തെ വ്യക്തിയെ മദഹാക്കിക്കൊണ്ടുള്ളവർ. അങ്ങനെ മദഹാക്കുമ്പോ എല്ലാം നമുക്ക് ചൊന്നു കൊടുക്കുക സാധ്യയില്ല സാധ്യയില്ല. ഇന്നമാ മത്തലു സിഫാതിക നിങ്ങളെ വിഷയ ആൾമാർക്ക് അങ്ങ് ചൊന്നു കൊടുത്തത് കമാ മത്തലൻ നുജൂമൽ മാഉ ആകാശത്തിൽ കാണ്ടെങ്കത്ത നക്ഷത്രങ്ങൾ അതിനെ നോക്കിയിട്ട് ഒരാൾക്ക് വർണ്ണിക്കുക സാധ്യമാണ്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ കണ്ടു ഇനിയൊക്കെ വർണ്ണനാക്കു ഭർത്താ എങ്ങനെ ചൊന്നി അവിടെ അവള് അപ്പൊ കീഴ് വന്ന് നോക്കുമ്പോ തന്നിൽ ഈ നക്ഷത്രം തന്നിൽ എഴുതിയിട്ടുണ്ടു, തന്നിൽ വന്നിട്ടുണ്ടു. അപ്പൊ ഈ തന്നിലെ നോക്കിയിട്ട് നക്ഷത്രത്തെ വർണ്ണിക്കും പോലെയാണ്. എത്ര വർണ്ണിക്കുമോ? ആകാശത്ത് കണ്ടെങ്കത്തെ നക്ഷത്രം ഒരു കൊളത്തമൊത്ത പോയി നോക്കുമ്പോ ആ കൊളത്ത് ഉള്ള നക്ഷത്രത്തെ കണ്ടുകൊണ്ടുള്ളൂ തന്നിലടിയിൽ. ഈ തന്നിലടിയിൽ കാണെങ്കത്തെ നക്ഷത്രത്തെ നോക്കിയിട്ടാണ് നക്ഷത്രത്തെ വിശദീകരിച്ചുകൊണ്ടുള്ളത്. അതുപോലെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ಬಗ್ಗೆ നിങ്ങളെ മുട്ടയുന്ന ആൾമാരും പിന്നെ വന്ന ആൾമാരും വർണ്ണിച്ചിട്ടുണ്ട്. ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ടുള്ളത് അത് വൈൻ അക്തറുൽ ഔസാഫ് വതഫന്നു ഫീ ഇറാദിഹാ അലാ അബ്ലഗി അൻവാഇൽ ബലാഗതി വഅക്മലി ഖവാനീനിൽ ഫസാഹതി. നിങ്ങളെ ಬಗ್ಗೆ ചൊല്ലേണ്ട ആൾമാർ വ്യത്യസ്തമായ പലക്കത്തിലൂടെ വ്യത്യസ്തമായ അങ്ങേയറ്റത്തെ സാഹിത്യത്തിലൂടെ നിങ്ങളെ വർണ്ണിച്ചാരെങ്കിലും അതിന് ചെറിയ സൂചനകൾ മാത്രമാണ് അങ്ക് കിട്ടിയേ. അതിനെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക അശക്തരായി പോയാൽ ഏതുവരെ ചൊന്നെങ്കിൽ തന്നിൽ കാണെങ്കത്ത നക്ഷത്രത്തെ അവൻ ചൊല്ലേ നാം നക്ഷത്രത്തെ എല്ലാം വിശദീകരിച്ചാണ് അവൻ ചെന്നെങ്കിൽ ആരും നമ്പു പോവാതെ അങ്ങനെ വിശദീകരിക്കുക സാധ്യയില്ല. അപ്പൊ ഇന്നമാ മസ്തലു സിഫാതിക ലിന്നാസി കമാ മസ്തലൻ നുജൂമൽ മാഉ അൻത മിസ്ബാഹു കുല്ലി ഫദ്ലിൻ ഫമാ തസ്തുറു ഇല്ലാ അൻ ദൗഇകൽ അൽവാഉ. എല്ലാ മഹത്വത്തെയും വിളക്ക് അതിലെ താക്കോൽ നിങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ മുട്ടത്തെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ നന്മകളും ഉണ്ടാവുകയും. ബഹുമാനപ്പെട്ട ഇമാമുൽ ബുസീരി റളിയല്ലാഹു അൻഹു ആണ് വിശദീകരിച്ചുകൊണ്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചിട്ട് മദഹാക്കിയിട്ട് ഒരാൾക്ക് തീർക്കുക സാധ്യയില്ല. ഇങ്ങനത്തെ നേതാവിനെയാണ് സ്നേഹിക്കണോ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിൽ വെച്ച് നടക്കണമെന്ന് ചൊല്ലി അതുക്കാണ് അത്രയും വലിയ മഹത്വം ഉണ്ടെങ്കിൽ ഒരാളെ വേറെ ലോകം കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കി തിരിഞ്ഞെങ്കിൽ നിങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് കേട്ടപ്പോ അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുഖത്ത് നോക്കുന്നതാണ്. ഒരു സഹാബിയായ അയാൾ ബംഗാറിന്റെ മോതിരം ധരിച്ചിട്ടുണ്ട്. അയാൾ ഇങ്ങനെ ബംഗാറിന്റെ മോതിരം ധരിച്ചിട്ടാണ് വന്നത്. ബന്ധപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു യഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജഅലുഹാ ഫി യദി. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കയ്യിൽ ബംഗാറ് തീരെ അഗ്നി നരകത്തെ ഒരു കഷ്ണം ധരിച്ചിട്ടാ വേണ്ടേ ഇങ്ങനെ കേൾക്കും പറയുമ്പോൾ അങ്ങനെ കേൾക്കും. ആ സമയത്ത് ഇയാൾ എന്താക്കി തിരിച്ചോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് ബംഗാറിന് അങ്ങ് വലിച്ചെറിഞ്ഞു, മോതിരത്തെ ഊരിട്ട് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് കുറച്ചപ്പുറം പോയപ്പോ അവിടെ ഉള്ള ആൾമാർ ചെന്നാൽ ഇന്റർവ്യൂ നിങ്ങളെ മോതിരത്തെ നിങ്ങൾ എടുക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഉപകാരം എടുക്കുള്ളൂ, കയ്യിൽ വെക്കോ തീരാണ്ടല്ലേ ചന്ദ്രൻ ഇത് ബംഗാറിന്റെ മോതിരം അങ്ങനെ ധരിക്കോ തീരാ പുരുഷന്മാർ വെള്ളിതാണ് ധരിക്കോളെ. ഇയാൾ ബംഗാറിൽ വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലലോട് കൂടെ ഒരു ഏറോട് തൂത്തു. കൂടെ ഇന്ന ആൾമാർ ചെന്നാൽ നിങ്ങൾക്ക് ധരിക്കോ തീരാണ്ടല്ലേ ചന്ദ്രൻ നിങ്ങൾക്ക് അതൊരു ഉപകാരം എടുക്കാത്തല്ലേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ധരിക്കുക മാത്രമാണ് ഹറാമാക്കിയത്. അപ്പൊ ഇയാൾ ചെന്ന പലക്കെന്തിനും കൊണ്ടുണ്ടാവും വല്ലാഹി ലാ അഖുഹു വഖദ് കരിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നാന ധരിക്കില്ല. കാരണം അത് ആര് വെറുത്തിപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെറുത്ത്, അതുകൊണ്ട് നക്ക് വേണ്ട. ഇത് ഹറാമെന്തല്ല, ഇതാണ് മഹബ്ബത്തിന്റെ ഭാഗം ചൊല്ലുന്നത്. ഈ മഹബ്ബത്ത് എങ്ങനെ വേണ്ടെന്ന് ചൊല്ലുന്നെങ്കിൽ ഇവിടെ എൻ്റെ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആവുമ്പോഴാണ് മഹബ്ബത്ത് ഞാൻ വാദിക്കരുത് അർത്ഥവും. അല്ലെങ്കിൽ വെറുതെ ഒരു മുഹിബുർ റസൂലുണ്ടല്ല ചെല്ല നോട്ടീസിൽ കൊടുക്കുക ആശിഖുർ റസൂൽ അത് വെറുതെ. ഈ ആശിഖും ഈ മുഹിബും ചെല്ലതെല്ലാം പ്രാക്ടിക്കൽ അവിടെ എപ്പാൻ ചെന്നെങ്കിൽ അവന്റെ ലൈഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത് എടുക്കണ വേണ്ടാത്ത നക്ക് വേണ്ട. ഇവിടെ ഒരു ഇപ്പൊ നങ്ങായ മസാലത്തെ എടുത്ത കയ്യിലല്ലേ ധരിക്കുക തീരാത്ത ഇത് അങ്ങടി കൊണ്ട് വിൽക്കുന്നത് പൈസ നക്ക്. പിന്നെ ഇസ്രാ പൈത്ത് അത് ഈ മസാല കണ്ടുപിടിക്കേക്കൊന്ന് പറഞ്ഞത് അയവട്ടി കേൾക്കണ വിഷയം ഇതൊരു മഹബത്ത് ഭാഗമാണ്. നബി തങ്ങൾക്ക് ഇഷ്ടമില്ലേ ഇത് കോടിയായി നക്ക് വേണ്ട ഒരേ ബഡ്ഡി എടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ലേ ഞാൻ ബഡ്ഡി എടുത്തോണ്ടേക്കല് പിന്നെ ആ നിസ്കരിച്ചോണ്ടല്ലോ അതൊരു വിഷയം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടമില്ലാണ്ടല്ല, അത് ഹറാമാണ്. ഇതിപ്പോ ഇത് ധരിക്കൽ മാത്രമാണ് ഹറാമ് ബംഗാറിന്റെ മോതിരം. ഇതിന് അങ്ങാട്ടിൽ കൊണ്ടുപോയിട്ട് വിത്തിട്ട് അത് പൈസ എടുത്തിട്ട് നമുക്ക് വേറെ വലിയ മോതിരം എടുക്കാം, അത് ഹറാമല്ല. അതുപോലെ ധരിക്കരുത് ഹറാമ്, ബാക്കി ഉപയോഗം ഹറാമല്ല. അതേ സമയത്ത് ഇവിടെ ഹറാമായ കാര്യം ഞാൻ എത്രയാകട്ടെ അവിടെയാണ് നന്റെ മഹബത്തിനെ ഞാൻ അളക്കുവാനായ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾ എപ്പോഴും ചൊല്ലുന്നതാണ് പ്രാക്ടിക്കൽ ലൈഫും ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്റെ മഹബത്തിൽ അളക്കണുണ്ടായ നന്റെ അകത്തുള്ള മങ്ങില പറഞ്ഞു. ആ മങ്ങില പറയുമ്പോൾ നക്ക് മഹബത്തുണ്ടാ. ഞാൻ ആചാരം ചെന്നിട്ട് കാര്യമില്ല, ഞാൻ വലിയ മൈലാറും ചെന്നിട്ട് കാര്യമില്ല, ഞാൻ ഇയാളും ചെന്നിട്ട് കാര്യമില്ല. അത് നോട്ടീസിന് സീമിത്താണ്ട് ഞാൻ എപ്പോഴും ചൊല്ല എന്തേ ഞങ്ങൾക്ക് ദുനിയാവുടെ മേൽ നല്ല വേനായ മണ്ണിന്റെ അടിക്ക് പോയാൽ പിന്നെ ഞങ്ങളെ സ്വീകരിക്കുന്ന ആൾമാർ വേണോ, ഞങ്ങളെ നോട്ടീസിൽ ഇടുന്ന ആൾമാർ വേണോ, ഞങ്ങൾക്ക് എല്ലാം അവിടെയാണ് വേണേ. ഇതെല്ലാം ഊടക ബാഹ്യമായ ചില ആൾമാർ ഞങ്ങളെ ആക്കിയിട്ട് ഇവിടെ എക്സ്പ്ലോട്ട് ചെയ്ത് മാത്രമാണ്. യഥാർത്ഥത്തിൽ മഹബത്തോടെ എങ്ങനെ ഒരു മങ്ങില പറ്റുള്ള ഈ മഹബത്തെല്ലാം തണ്ണി പോകുള്ളൂ. എത്ര വർഷം പഠിച്ചെനിക്ക് എത്ര പെണ്ണായെങ്കിലും ആധുനിക ലോകത്ത് എന്തെല്ലാം അനാചാരാക്കണ അത് അവരും കാക്കണോ അവനും കാക്കണോ അപ്പനും ആക്കണോ. അപ്പോഴും അതിൽ എന്റെ വോയിസിന്റെ എതിർപ്പ് കൊണ്ടുള്ള ഇക്കട്ടെ എന്തിനാവുകൊണ്ടാ ലൈഫിൽ ഒക്കല്ലേ മങ്ങില വേണ്ടേ, അതുകൊണ്ട് അടിച്ചു പൊളിച്ചിരുന്ന അർത്ഥപ്പാ പ്രിയപ്പെട്ട സഹോദരൻ. അപ്പൊ മഹബത്തെ ഒരു വയ്ക്ക് ഇവിടെ ഹറാമല്ലാത്തൊരു വിഷയത്തെ ഇത്രയും ശക്തമായിട്ട് അയാൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടായെങ്കിൽ അവിടെയാണ് മഹബത്ത് ഞാൻ പഠിക്കണായത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു സുമാറോട്ടെ ചെന്ന അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു അടുത്താണ് മദീനത്തിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് അത് വലിയ വിഷയമാണ്. ഈ ഒരു മഹബത്ത് പാഠശാല ആരും കേട്ടെങ്കിൽ മദ്രസത്തുൽ ഹുബ്ബി വൽ മഹബ്ബ അത് സയ്യിദുനാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു സ്നേഹದ പാഠശാല, അതവിടെ പാഠശാല അതം പഠിക്കുന്നുണ്ടായ അയാളത്ത് പോകണം, സ്നേഹം പഠിക്കുന്നുണ്ടായ അയാളത്ത് പോകണം. കാരണം മക്കത്തെ മദീനത്തിൽ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാതിരി അയാൾ സ്നേഹിക്കുന്നത് ഭയങ്കര അതമാണ്. അത് അയാളെ വയ്യം പറഞ്ഞാൽ അത്രയും വലിയ ആളാണ്. അവിടെ ഒരു വിഷയം എന്തില്ല, ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പ നീരുള്ളിത്തുള്ള ഭക്ഷണത്തിൽ ആ ഭക്ഷണം അങ്ങനെ വന്നത് എപ്പോഴും ഭക്ഷണം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം പറയുമ്പോൾ ഈ പെഞ്ഞായി മാപ്പിള എന്താക്കാറുണ്ട്, എവിടെയാണോ കൈ ഇങ്ങനെ അയക്കുമല്ലോ ഭക്ഷണത്തിൽ കൈയിട്ട് അടയാളിക്കുമല്ലോ ഇങ്ങളെ കൈയുടെ ഊടകെ വെക്കലേ. ഇതെല്ലാം ഒരു മഹബത്ത് ഭാഷ പ്രമാണം വെച്ച് നോക്കണമെങ്കിൽ ഇത് അർത്ഥാവല ഖുർആൻ ഹദീസും ചൊല്ലണം ഇത് അർത്ഥാവല ഇയാൾക്ക് കേൾക്കുക. കാരണം ഖുർആൻ അങ്ങനെയുണ്ട് കൈ വെച്ചോടെ വിളിച്ചിട്ട് തിന്നോന്നില്ല അയക്കാനാ ചൊല്ലേ കേൾക്കണവും ക്വസ്റ്റൻ ആക്കണവും ബാരിസുമാവും നോട്ടീസ് കൊടുത്തെങ്കിൽ അഞ്ഞ അഭിയാനാക്കെ ഉണ്ടാവും
ഉണ്ടായി തെറ്റിൽ പഠിക്കണ്ടേ ഈ മഹപ്പത്തിൽ ഭാഷ அவங்க അർത്ഥം എന്തിനേയും ചൊല്ലുകൊണ്ടുള്ളേ തെറ്റിട്ട് പഠിക്കണോ ആച്ചനാക്കണോ അല്ലാത്തവരും ക്വസ്റ്റനെ ആക്കിക്കൊണ്ടിരിക്കേ ഈമാനം ഓടിപ്പോയിട്ടുണ്ടായെങ്കിൽ കാപ്പട്യം വന്നിട്ടുണ്ടായി എപ്പം നോക്കിയും ക്വസ്റ്റനെ അവന്റെ ഒരിക്കലും തൃപ്തിപ്പെട്ടു സത്യമില്ല കഴിഞ്ഞ വർഷം 30 നാൾ ഞങ്ങൾ പുറത്തുനിന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ 30ാമത്തെ നാളിനെ വെച്ച് എനിക്ക് ഞങ്ങൾ മോദികാർക്ക് ഉപ്പുണ്ടാണ് അപ്പൊ ഞാൻ ചെന്ന് നിന്റെ നിക്ക് മറുപടി ചെല്ലില്ലപ്പ ഒരുത്തരം കിണത്ത് പോകുന്ന ഒരുത്തരെ ഇങ്ങനെ വന്ന് എത്തിലൂടെ എത്തിയ ഇനിയിപ്പോ പറത്തുന്നില്ലെങ്കിൽ അവർ ഉണ്ടാവില്ല അവൻ പറത്തുന്നില്ല എത്ര അടിയില്ലെങ്കിൽ കിണത്തിൽ കൊണ്ട് എടുക്കും എത്ര സഹായം എടുത്തിട്ട് കൂടെ എത്തോട്ടിട്ട് ഇനി അവൾ പുറത്ത് കാണ്ടു പറത്തുന്നില്ലേ ചെല്ലാ പറത്തുന്നില്ല ഊടെ എന്തിനായിട്ടാണ് അതിന്റെ കൽബിൽ ഈമാൻ വേണോ അങ്ങനത്തെ നിങ്ങൾ പുഴു കൊടുത്തതാണ് കണ്ട നന്റെ നങ്ങ സമാപ്പോകണ്ട അപ്പൊ ഇവിടെ ചെന്നുകൊണ്ടുള്ളേ അവിടെ ഈ ഒരു നൻസാരി വേണ്ടു അവ അവിടെയേ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ തിന്നിരുന്നു അങ്ങനെ ഒരു നാൾ നോക്കുമ്പോൾ ഭക്ഷണത്തെ അടയാളം എന്ത് കണ്ടിട്ടില്ല തിന്തേ ഇല്ല എന്തേ അത് ഓടിത്തയാണ് തിന്നിട്ടില്ല എന്റെ ബേജാറോടെ അയാൾ സ്വന്തം പച്ച നീരുള്ളി കൊണ്ടു അത് സ്മെല്ലുണ്ട് പിന്നെ ഞാൻ അങ്ങനെ തിന്നതാവില്ല കാരണം എന്താ നിങ്ങൾ കാണാത്ത ആൾമാരെ ഞാൻ കണ്ടുകൊണ്ടുള്ളേ അതാ നിങ്ങൾ കാണാത്ത ആൾമാരെ ഞാൻ കണ്ടത് മലായിക്കത്തിൽ ഞാൻ കണ്ടേണ്ട അർത്ഥം ഹറാമല്ല പിന്നെ നിങ്ങൾ കാണാത്ത ആൾമാരെ ഞാൻ കണ്ടുകൊണ്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അത് ഇഷ്ടമില്ല ഞാൻ ചൊന്നപ്പാ അപ്പോ ഈ ഹറാമെന്തല്ലേ ഞാൻ നോക്കണം ചെന്നിട്ട് ഈ മഹബത്തും ചൊല്ല ഇത് എൻ്റെ ലൈഫിലൊന്ന് പ്രാക്ടിക്കൽ ആവട്ടുള്ള അവിടെ എന്ത് നടിയില്ല ഞാൻ ജാതകന്റെ ഭക്ഷണക്കടെ ഫുഡാക്കടെ ഗൗജാക്കടെ ഇതെല്ലാം ആക്കിയിട്ട് പഞ്ചായത്തിൽ പോകും പണ്ട് സുഹൃത്തുക്കളുണ്ട് ജാതകം ഇതിലെന്തും ഞാൻ ആക്ഷേപിക്കലല്ല ഇനി നിങ്ങൾ ആക്ഷേപിക്കുന്നതിന് തോന്നുന്നെങ്കിൽ നക്കൊരു തകരാറുമില്ല ബേജാറുമില്ല കാരണം അങ്ങനത്തെ ആധുനിക ലോകം അങ്ങനെ ആയിപ്പോയില്ല ഞങ്ങൾ എന്തെല്ലാം മുങ്ങിപ്പോയില്ല വാസ്തവ വിഷയത്തിൽ നല്ല വണ്ടേയില്ല 12 ಗಂಟೆ ಜಾವುತೋಲ ಬೊಬ್ಬೆ ಇದ್ರಂಗೆ ತಾಳೊಟ್ಟಿಗೆ ನಾನು ಚೊಲ್ಲ ತೀರ ಇದೆ ನೆಲದ ಭಾಷೆ ಮಾತಾಡಿದ್ದು ಪಡಿಪಾಡಿಲ್ಲ ಅವನ ನಕ್ಕೆ ಕ್ಲಾಸ್ ಎತ್ಕೊಂಡು ನೀ ಯಾರಲ್ಲ ಅವ್ರಿಗೆ ಎಂದೇ ಇದೊಂದು ಮಹಬ್ಬತ್ ಆಡಿದ್ದು ಎಂದು ಮಹಬ್ಬತ್ ಆರು ಪಡಿಪಾಡಿ ಮಹಬ್ಬತ್ 11 ಗಂಟೆ ಜಾವು 11 ಗಂಟೆ ಜಾವು 1 ಗಂಟೆ ಜಾವು ಮೈಕ ವೆಚ್ಚಿಟ್ಟು ವಾಲಿ ಕೂಟಿಟ್ಟು ಮದುವೆ ಚೆಂದವಳ ಗುರುತಪಾಟು 6 ಪಡಿಪಾಡಿ ಗೊತ್ತಾಗಿದೆ ಇದು ನಾನು ಕೇಟಾಗ ನನ್ನ 20 ಸಂಘಟನೆ ಬರ್ತಾಕ್ರಾರು ನನ್ನ ರಾಜಕೀಯ ಪಾಟ್ರಾರು ಬರ್ತಾಕಿಂದೆ അങ്ങനത്തെ ഒരു മീനില്ല ഞാൻ പഠിത്തെങ്കിൽ നീല്ല അത് ഇല്ലേ ഇല്ല എന്ത് ഒരു എറുമ്പ് ഒരു 30 ആക്കണ്ടാണ് പഠിപ്പാക്കിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാതകവും ബാൽമാറും 30 ആക്കോതിയാണ് ഞങ്ങൾ എപ്പോഴും ചെന്ന പോവണ്ടാണ്ടല്ല ചൊല്ലു 30 ആക്കോതിയാണ് ഞങ്ങൾ തിണ്ടെങ്കെത്ത എല്ലോ റോഡ് സൈഡിങ് ഇട്ടിട്ട് 10 വണ്ണെങ്കെത്ത ഒരു എന്ത് ഇസ്ലാം പാവൈതി ഈ റോഡിന് മനിനാക്കി പോയാറല്ലേ അങ്ങനൊരു ഇസ്ലാം ഉണ്ടാ നന്റെ ആഘോഷത്തെ പേരിൽ നാണ് ചെല്ലുവാട്ട് നന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നബിയുടെ മുഖത്തെ നിങ്ങൾ കറുപ്പാക്കണ്ടാന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഞാൻ ദീൻ ചൊന്നവിടെ നിൽക്കില്ല നക്കുവേനായിട്ട് ദീന്റെ വ്യാഖ്യാനാക്കിക്കൊണ്ടുള്ള ചെറുപ്പ് മുപ്പാട്ടിട്ട് കാൽ വെച്ചുകൊണ്ടുള്ള ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ കാൽ മുപ്പാട്ടിട്ടല്ലേ ചെറുപ്പ് പിടിക്കണേ 12 ಗಂಟೆ ಜಾವತೋಳ ನೀ ಬೊಬ್ಬೈರಂಡ 1 ಗಂಟೆ ಜಾವತೋಳ ನೀ ಬೊಬ್ಬೈರಂಡ ನಿಂದ ಸ್ಪೆಷಲ್ ಪ್ರೋಗ್ರಾಮ್ ಇಂಡೋರ್ ಕಾರ್ಯಕ್ರಮ ಒಕ್ಕೂ ಟೈಮ್ അവിടെ വെച്ചിട്ട് നീ എന്തെങ്കിലും സുബൈത്തോള ആൽമാർ ബുദ്ധിമുട്ടാക്കണ്ട നിസ്കാരത്തിൽ വരെ കുറച്ച് നീട്ടിയപ്പ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അഫത്താനുണ്ടയ മുആദ് 3 വട്ടം കേട്ടു മുഹമ്മദ് റസൂലുള്ളാഹി നീ ഫിത്നാക്കറെങ്കിൽ ആരാണ് മുആദ് അഗ്ല ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ തന്റെ സമൂഹത്തിൽ ഏറ്റവും വലിയ ആലിമിനെ ആക്ഷേപിച്ചു നാളെ പണ്ഡിതന്മാരെല്ലാം ബാക്കിലാണ് വേണ്ട മുആദ് റളിയല്ലാഹു അൻഹു അമാമൽ ഉലമാ കൂടെയുള്ള എല്ലാ പണ്ഡിതന്മാരെ എതിർന്ന് വേണ്ട ആളാണ് സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ തുല്യതയില്ലാത്ത സഹാബിനെ ഒരു സാമാന്യനായ സഹാബി വന്നിട്ട് ചെന്ന് ഇയാൾ നിസ്കാരത്തിൽ കൈയെത്തിട്ട് അൽബക്കറോട് ആവില്ലേ 30 ആവോട് ചെന്നപ്പ പറഞ്ഞല്ല അയാളെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞത് ഫിത്നാക്കട ആളാണ് ഞങ്ങൾ അങ്ങനെ അത്ര വേണ്ട ആളാണ് പക്ഷെ ആ മുആദ് റളിയല്ലാഹു വരെ വിളിച്ചിട്ട് എന്താണ് ഫിത്നാക്കിക്കൊണ്ടുള്ളത് കാരണം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്കിൽ ദുർബലന്മാരുള്ളവർ വയസ്സന്മാരുള്ളവർ അല്ലാത്ത ആൾമാരുള്ളവർ മീഡിയം രൂപത്തിൽ നീ നിസ്കരിക്കുക ഒത്ത നിസ്കരിക്കലാറുണ്ടായിരുന്നു എത്ര വേണമെങ്കിൽ നീണ്ടട്ട് അതുകൊണ്ടു ആധുനിക ലോകത്തെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് നന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരും വിചാരിച്ചില്ല ചില നേതാക്കന്മാരെ കണ്ടിട്ട് നന്റെ നബി അങ്ങനെ ആരും വിചാരിച്ചില്ല ഈ നേതാവ് ആ നേതാവിന്റെ ചെന്ന് പൈസ കിടല്ലാണ്ട് ആ നേതാവുടെ സ്വഭാവത്തെ ഒരു അംശം പോലും ഞങ്ങളെ പലർക്കും വന്നിട്ടേയില്ല ഞങ്ങൾ പഠിച്ചിട്ടുമില്ല ആ വിഷയത്തിൽ ഞങ്ങൾ കൂടെയില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചെന്നല്ലേ മക്കത്തെ മദീനത്തെ റോഡ് ഇടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഒരു പെണ്ണ് നായി അത് കുഞ്ഞു വെച്ചിട്ട് ആ കുഞ്ഞിങ്ങ മല കൊടുത്തോണ്ടുള്ളൂ ആൾമാരെ കാണുമ്പോൾ നായി കൊറക്കിടല്ലേ പലപ്പോഴും സ്വഭാവം ഉണ്ടല്ലോ നായി കണ്ട പോലെ കല്ല് വലിച്ചരുത്
അപ്പൊ ചിലപ്പോ ആൾമാരി ഇങ്ങനെ വന്നോണ്ടുള്ള സ്വഭാവത്ത് നായി അതിലെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തോണ്ടുള്ളൂ വളർത്തോണ്ടുള്ളൂ പേടിച്ചിട്ട് ഇത് ഞങ്ങൾ ഓടോട്ട് വന്നു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിട്ട് വന്നിട്ടാ ഒരു സഹാബിയെ വിളിച്ചിട്ട് ജമീൽ ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ഇത് കട്ട നിപ്പാട്ടി ഈ നായി കട്ട നിപ്പാട്ടിട്ട് സ്വന്തം കൂടെ നീങ്ങി നിൽക്കുന്നു. നായി ഒരാൾ ഉപദ്രാക്കണ്ട, നീ ആ വഴിയിലൂടെ പോകണോ, നായികവരെ ഉപദ്രാക്കണ്ടാണ്ട് പഠിപ്പാട്ടിരിക്കത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികൾ എത്ര ആളാണ് ഉപദ്രാക്കുന്നത്, എന്തെല്ലാമാണ് അവൻ ചൊന്ന കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത്. ഒരു ഘട്ടത്തോടെ നീ പ്രോഗ്രാം ആക്കണ്ടാണ് റൗണ്ടട്ടി വൈക്ക വെച്ചിട്ട് ചെല്ലും അവൻ ചൊല്ലേ ഇത് മഹബത്താണ്, ഇത് നാം കൂത്താണ് പാടിക്കൊണ്ടുള്ളത്. ഒരു ഘട്ട ജാവുകാണ് പാടുവെങ്കത്ത് ഒരാൾ വന്നിട്ടോ അയാൾ മൈക്ക വെച്ചിട്ട് വാല്യം കൂട്ടിയിട്ട് പാടുക സുഖമാക്കിയിട്ട് മഗ്‌രിബ് വന്നിട്ട് ആൾമാർ വെച്ചിരാറ് ആൾമാർ വച്ച് നിങ്ങൾ പോകോട്ടുള്ള ഇയാൾ വന്ന് കേൾക്കുന്നത് നീ എല്ലാം മദീനത്തിന് പോകണ്ടേ, എനിക്ക് മഹബത്തിന്റെ നാണത് ലോകത്ത് വിചിത്രമായ പലക്കായിട്ട് കണ്ടേ നിങ്ങൾക്കാരും മഹബത്തിന് അയാൾ അപ്പോഴാണ് വന്നത്. മഗ്‌രിബ് തെറ്റിയെത്താൾ ഞങ്ങളോട് മഗ്‌രിബ് തെറ്റില്ല, നിങ്ങൾക്ക് മഹബത്തില്ല, നിങ്ങൾക്ക് മദീനത്ത് പോകണ്ടേ. ഇതപ്പോ കേൾക്കണമെങ്കിൽ ആൾമാർ ഇതേ പിന്നെ ദീൻ അതെന്ത് ദീനല്ലാവോ, ദീൻ അതെന്തല്ല, ദീൻ പൂർവ്വകാലത്തെ ഇമാമിങ്ങൾ പരിപാടിയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് ചൊല്ലിട്ട് നന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വന്നു. ഇവിടെ നോക്കൂ, ബംഗാരം മോതിരം ധരിക്കണ്ട മാത്രം അതാണ് ഹറാം, പക്ഷേ യൂസാക്ക വേറെ രൂപത്തിൽ യൂസാക്കാം, പക്ഷെ യൂസാക്കില്ല. എല്ലാ ആണിങ്ങ കേൾക്കണു പെണ്ണിങ്ങ കേൾക്കണു വെറുതെയും മഹബത്തും ചൊല്ലിട്ട് ഓടിമയാവലെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അയാൾ ഓടി നോക്കുമ്പോ അവിടെ ചെന്ന് അത് നീങ്ങ കാണാത്ത ആളുമാരെ ഞാൻ കണ്ടോണ്ടില്ല, ഹറാമല്ല. അവ ചെന്നെന്തിരുന്നുണ്ട നാണ് കാണ്ടല്ല, അത് നാൻ ചിന്തരണ്ടല്ല. ആ മഹാൻ തൊന്നു എങ്കിൽ നക്ക് വേണ്ട നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് മുതൽ അത് നാണിപ്പാട്ടി, അല്ലെങ്കിൽ അയാൾ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ടാവുമ്പോ അത് ഹറാമല്ലാണ്ടായെങ്കിൽ നക്കത് ഇഷ്ടമല്ല. അണ്ട് മുതൽ നിങ്ങൾ അബൂഅയ്യൂബ് അൻസാരി ലോകത്ത് പോയാരെങ്കിൽ നീരുള്ളിയെ കാണൂ സാർ, രണ്ട് ഡീൽ ടൈപ്പ് അത് മഹബത്തിന്റെ ഭാഗം ചൊല്ലി നാനെപ്പോ ആ ഒരു നീരുള്ളി ഇവിടെ ഉനക്ക് സാധ്യമുണ്ട്, പച്ച നീരുള്ളി. ഇനി ഞങ്ങൾ ഉസ്താദ്മാർ പോയി നോക്കിയാ എന്താ നീരുള്ളി കാണില്ല, കട്ടാക്കി കൊമ്പറു പീസ് പീസാക്കി കൊമ്പർ തിന്നൊക്കെ ചെയ്യും, അത് നല്ലെണ്ണ ഉള്ള. പക്ഷെ നല്ലെണ്ണ ഒന്നും കാര്യം നല്ല മാത്രം ഇഷ്ടമല്ല, അത് ഉനക്ക് വേണ്ട. ചിലപ്പോൾ ഞങ്ങൾ പോയി രണ്ട് ടൈപ്പ് സലാഡ് കാണും, ഒന്ന് നീരുള്ളി ഇല്ല, ഒന്ന് നീരുള്ളി ഉണ്ട്. ഇവിടെ ഞാനിപ്പോ പല വട്ടം ചെന്നല്ലേ, അപ്പൊ ചിലവൊക്കെ പോയിട്ടാകുമ്പോ ഒന്നൊരു നീരില് കാണും, ഒന്നൊരു നീരില് കാണും. അപ്പൊ നീരിലില്ലാത്ത നക്കൊമ്പം തന്നെ നക്കെന്തോ നീരില് തിന്നാത്ത സീക്കുമ്പോ അതെന്തോ അങ്ങനെ സീക്കും ഇല്ലേ ഇവിടെ എന്ത് അത് നാടുപൊട്ടിയുമായി ആവില്ല. നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധം തൊള്ളാവായി, ഇത് നിർബന്ധം തൊള്ള, ഇത് മഹബത്തുള്ള ഭാഷ എന്തുകൊണ്ട് ഇത് നബിസല്ലല്ലാഹു വിഷയം. അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ആക്കിയോട് പറയാവുള്ള അപ്പൊ ആ മഹബത്തുകളുടെ ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിന്റെ വാദം മാത്രമാണ് പേര് മാത്രം നോട്ടീസിൽ പോകുന്നത്. ഞാൻ ഈ അടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു പലക്കം നോക്കിയ ഒരു പെണ്ണിങ്ങ വന്നിട്ട് കേൾക്കിടുത്, ഒരു പെണ്ണിങ്ങ കേൾക്കിടും മൈലാഞ്ചി ഇടാവാണ് കേൾക്കിടും, മൈലാഞ്ചി സുന്നത്ത് മൈലാഞ്ചി ഇടാ. അപ്പൊ നിങ്ങൾ ഇത് കാണില്ലേ, അല്ല അത്ര മണ വലിയ ഇഷ്ടമായിട്ടുള്ള അതുകൊണ്ട് അന്ന് ഞാൻ കൊട്ടത് ആര് ചെല്ല് പെഞ്ഞായിയായ ആയിഷ റളിയല്ലാഹു ഇത് കേട്ട പെണ്ണിങ് ആറ് നമ്മുടെ സമരത്തിൽ വന്നാവോ പെണ്ണിങ് എല്ലാവരും മൈലാഞ്ചി കാല് കൈക്ക് ಎಲ್ಲ ತೂತಲಿಂದ ಕಣಕ್ಕೆ ತಲೆಡೆ ಬಿಡಿಸಿ ಕಾಲು ತೋಲ ಮೈಲಾಂಜಿ ಅನ್ಯ ಇನ್ಯ ಆದ್ರೆ ಬೇರೆ ಬೇರೆ ಚಿತ್ರಗಳು ಮಾಡಿಟ್ಟು ಇನ್ನು ಮೈಲಾಂಜಿ ಬೆಕ್ಕರದೇ ಒಂದು ಉದ್ಯಮ, ಅದು ನಂಗೆ ಮುಸ್ಲಿಂ ಪೆಣ್ಣಿಂಗ್ ಹಾಕಿ ಕೊಡ್ತಿರೋ ಉದ್ಯಮ. ಮಂಗಿನ ಆಯ ನೋಡ್ಬೇಕ್ರೆ ಮಂಗಿನ ಆವಾರ್ತ ನೋಡ್ಬೇಕ್ರೆ ಚೆರಿಯ ಮಕ್ಕಳು ಎಲ್ಲರಿಗೂ ಮೈಲಾಂಜಿ ಆಗ ಆಯಿಷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഞാൻ കേട്ട നീ മൈലാഞ്ചി വെക്കാൻ വേണ്ടി ഒരു പെണ്ണിങ് ക്വസ്റ്റ്യൻ കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പോലത്തെ ആലിമത്താറാണ്, പെണ്ണിങ്ങൾക്ക് ഇഷ്ടമല്ല മൈലാഞ്ചി, പക്ഷെ നീ എന്ത് വെക്കില്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്മെല്ല് മൈലാഞ്ചി സ്മെല്ല് അങ്ങനെയല്ല. അപ്പൊ അത് വലിയ റാഹത്തായി നമുക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് നന്റെ കയ്യിൽ നന്റെ തടിയിൽ നീ മൈലാഞ്ചി കൊണ്ടില്ല. ഇനി മൈലാഞ്ചിന്റെ കണ്ടില്ല ആയിഷ ബീവി അത് ഹറാമായിട്ട് മസല ഹറാമായത് മാത്രമാണ് അവിടെ ഉള്ളത്, അവന്റെ ಬಗ್ಗೆ മാത്രമാണ് മൊബൈലിന്റെ ഹറാമിന്റെ ലിസ്റ്റ് മാത്രമാണ് കൊടുത്തത്. എന്തല്ല കള്ളുകൂടി ഹറാം, വ്യഭിചാര ഹറാം, വട്ടി ഹറാം, ഇത് മാത്രമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളൊന്നും ഞാൻ പഠിക്കുകയില്ലേ. കൂടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത്. അങ്ങനെ ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്, ചൊല്ലുന്ന തീരാത്ത വിഷയങ്ങൾ, കുറെ കേൾക്കുന്ന വിഷയം കേട്ടിട്ട് നന്റെ ലൈഫ് എന്ത് സുന്നത്തിനൊക്കെ പാലിക്കുകയ്ക്ക്. അതാ താടി വെക്കാത്ത ഒരാളോട്ട് ഞാൻ ചെന്ന് താടി പഠിച്ചിരിക്കുക. അയാൾ താടി പഠിക്കൽ ഹറാമുണ്ടുണ്ടു കറഹത്തുണ്ടു ഇക്കട്ട് മസാലല്ല ഞാൻ ചെന്നിപ്പ ആ താടി പഠിക്കലെങ്കത്തെ ഒരാളോട്ട് ചുമ്മാ വയസ്സായിട്ട് അയാൾ ഇനിയും പഠിച്ചുകൊണ്ടോ ഞാൻ ചെന്ന് താടി ഇനി നിങ്ങൾ പഠിക്കത്തില്ല എന്ത് കൊണ്ടില്ല താടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണ്, താടി വെക്കും സുന്നത്ത്.
ഓരോ സെക്കൻഡിലും കൂടി കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു മോതിരം വെച്ചാണ്ടായി എന്താ കൊണ്ടോളെ, ഇത് മോതിരം ഭയങ്കര ചന്തായതുകൊണ്ട് അങ്ങനെ അതൊന്നുമല്ല. ഈ മോതിരം വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് സുന്നത്ത് റസൂലില്ല 24 hours ഈ സുന്നത്തിലേക്ക് ഓടി താടി വെച്ചിട്ടുണ്ടായിരുന്നു. 24 hours സുന്നത്തിലേക്ക് ഓടി. അപ്പൊ അയാളോട്ട് ചെന്ന് നീ എന്താ കൊടുത്ത് നീ താടി വെക്കണം എന്ത് ദുനിയാവുടെ വിഷയം എല്ലാം കൂടും. മരിച്ചിട്ട് പോയി കബറിന് വെക്കുമ്പോ നല്ലൊട്ടി എന്തും ഇല്ല, നിസ്കാരം ഇല്ല, നിസ്കരിക്കുവാവില്ല, അവിടെ നോമ്പെടുക്കുവാവില്ല. 6 മണി കബറിന് വിശ്രമല്ല, അവിടെ ഞാൻ നിസ്കരിക്കാൻ വെക്കുകയില്ല, അവിടെ നിസ്കരിക്കുവാവില്ല, നോമ്പെടുക്കുവാവില്ല, സക്കാത്ത് കൊടുക്കാവില്ല, ഈ ഹജ്ജാക്ക് എന്തോർക്കാവില്ല. അവിടെ ഈ സുന്നത്ത് നത്തിക്കിട്ടോണ്ടിരിക്കും. ഈ താടി ഉണ്ടായെങ്കിൽ ഇത് ഞാൻ അയാൾക്ക് അങ്ങനെ ചോദിച്ചു, ഈ താടി കൊണ്ടുണ്ടായെങ്കിൽ ഞാൻ മരിച്ചിട്ട് കിടന്നെങ്കിലും നക്ക് ഈ ഒരു കൂടി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് വെക്കണം. അല്ല പെഞ്ഞായി പറയാൻ പ്രശ്നമല്ല. പെഞ്ഞായി എന്താണല്ലോ താടിയെല്ലാം പഠിച്ചിട്ട് പോകും, എന്തോ ഇന്ദ്രൻ ചെല്ലില്ലവാ നാളെ ഇന്ദ്രൻ ചൊല്ലില്ല. താടി വെച്ചോ പെഞ്ഞായി ചെന്നാൽ നിങ്ങൾ അത് അപ്പുറത്തല്ല താടി വെച്ച് ചന്ത കാണും, നിങ്ങൾ താടി വെക്കണോ പെഞ്ഞായി ചൊന്നേക്കാൻ താടി വെക്കുക, അത് കൂലി കിട്ടാല്ല. പെഞ്ഞായി ചൊന്നേക്കല്ല കാര്യം, എന്ത് പെഞ്ഞായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പുറത്തേക്കുമ്പോ പെഞ്ഞായിരം വിസാക്കി, പെഞ്ഞായിരം വിസാക്കണ്ടല്ല, അത് വേണ്ടല്ല. ഈ അടുത്ത് വരുമ്പോ നമ്മൾ പോയപ്പോ അവിടെ ഇതെല്ലാം വലിയ പാടാണ്. അപ്പൊ പെഞ്ഞായിരം വിസാക്കണം, തങ്ങൾ വിസാക്കണോ പെഞ്ഞായിരം വിസാക്കല്ല, അതൊരു ദുനിയാവുടെ ഭാഗമാണ്. ഒറിജിനൽ വിസാരൊട്ടിയെ അവിടെ മാപ്പിള വിസാരില്ലാണ് കിടന്നത്. അയാളെ ചാക്കരി പെഞ്ഞായാക്കണം. അപ്പൊ നന്ദിട്ടിയ പെഞ്ഞായി ദുവാർക്കൊല്ലുന്നുണ്ട്, അയാൾ മരിക്കോ ദുവാർക്കറും ഈമാൻ സലാമത്തായി. അത് പിന്നെ ഈമാൻ സലാമത്ത് പിന്നാവാം, പിന്നല്ലായിട്ട് ഞങ്ങൾ ഈമാൻ സലാമത്തായി മരിക്കും. അത് വേറെ അയാളെല്ലാം മരിച്ചിട്ടുള്ള ആ താല്പര്യം ഞങ്ങളൊന്നും ഈമാൻ അയാൾമെന്റെ ഉദ്ദേശിക്കാൻ നടക്കുന്നില്ല. പക്ഷെ ഞാനത് വലിയൊരു മെസ്സേജ് കണ്ടോട്ടെ, ഭർത്താവും കുറച്ച് ഉഷാരില്ലാണ്ട് കിടക്കാട്ടുള്ള പെഞ്ഞായി വേലിക്കടാൾ ഇയാൾ മരിക്കാട്ട്, പെഞ്ഞായി ഉഷാരില്ലാണ്ട് കിടക്കാട്ടുള്ള മങ്ങിൽ തന്നെ നിങ്ങൾ ചെന്നറാറ് മരിക്കോടത്തുള്ളതിന്റെ കൊണ്ട് വെറുതെക്കത് പെഞ്ഞായിക്ക് തെല്ല് ഉഷാരില്ലാണ്ടാവട്ടുള്ള തെല്ല് നാളാ ഒന്ന് വച്ചിരുന്നൊന്നര ഇല്ലാൻ തീർത്ത് ചെന്നില്ലെങ്കിലും പണ്ട് ഞാൻ വിചാരിച്ചു മരിക്കട്ട് മരിക്കൂർക്കോ ഈമാൻ സലാമത്ത്, പിന്നെ നെക്സ്റ്റ് മരിക്കട്ട്, പിന്നെ ഞങ്ങളെല്ലാവരും ഈമാൻ സലാമത്തായി മരിക്കൂർക്കോ അപ്പൊ നക്കിട്ടിയ ലോകത്തിന് ആരെ ഇത്രയുണ്ട് തെല്ല് ഉഷാരില്ലാണ്ടാവണം മരിച്ചോട്ടൊന്ന് പേരിക്കട. അത് അയിമയുടെ ഉത്തര വിജയമല്ല, അയാളെ വിജയമല്ല, ലോകത്തുള്ള എല്ലാ മക്കളുടെ വിജയം അതാണ്. ആ മക്കളുക്ക് വേനായിട്ടാണ് ജാവുമ്പോൾ ഞാൻ പോരാട്ടാക്കിക്കൊണ്ടുള്ളത്. നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 സലാത്ത് ചെല്ലും നക്കൈക്ക് കൊടുത്തില്ല, എനക്കത് ആവടില്ല, ബിസി എപ്പാ നോക്കിയും ബിസി എന്റെ ബിസി തീരുകയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി 22 സുന്നത്ത് നിസ്കാരം മക്കൾ നിസ്കരിക്കേണ്ട ഒരു 10 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല, നക്കത് കൊടുത്തില്ല, നക്കെന്തു ടൈമേ ഇല്ല. എന്തിനാണ് ഈ ഓട്ടങ്ങളെല്ലാം ഓടിയുള്ള ഈ ചൊന്ന വെഞ്ഞായികനായിട്ട്, ഈ ചൊന്ന മക്കകവേനായിട്ട് നന്റെ മയ്യത്ത് കബറിൽ വെക്കടത്തോളം മാത്രമാണ് തിരിച്ചു വന്നിട്ട് ഏത് വാഹനത്തിലാണോ അപ്പടെ വാഹനത്തിൽ പോയിട്ട് അതേ വാഹനത്തെ ഓടിയാക്കോ കടിപിടിയാണ് ഈ മക്കൾ നടക്കല്. ലോകത്തിന് കണ്ടുകൊണ്ടുള്ള വിഷയമാണ്. വയസ്സായ അപ്പ മരിക്കും മക്കൾ ഓർന്നുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ മക്കകവേനായിട്ടാണ് നിന്റെ പോരാട്ട, ഇങ്ങനത്തെ അവഘട്ടകവേനായിട്ടാണ് നിന്റെ പോരാട്ട. നാളെ ഏത് സെക്കൻഡിൽ ഞാൻ മരിച്ചു പോകാൻ ചൊല്ലുകാവുണ്ട്. അവിടെയാണ് ഒറിജിനൽ മഹബ്ബത്ത്, മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില്ലാത്ത കാലത്തോളം ഈമാന്റെ മാധുര്യം അനുഭവിക്കും സത്യമല്ല. ബിരിയാണിന്റെ മാധുര്യം അനുഭവിച്ചെങ്കിയത്താൾ ദുനിയാവുടെ എല്ലാ ഫാസ്റ്റ് ഫുഡിന്റെ മാധുര്യം ടേസ്റ്റ് അനുഭവിച്ചെങ്കിയത്തെ നല്ലൊട്ടി ഒരു ഹദീസ് ചെന്നുകൊണ്ടു ഈമാനും മധുരമുണ്ട്. അതിലെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടായെങ്കിൽ അയ്യകൂനല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാവുന്നുണ്ട്? അല്ലാഹുവാണ്. പിന്നൊന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചെങ്കിലും ഞങ്ങൾ കൈപിടിക്കാറ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ബോധമുള്ള സമൂഹത്തെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞങ്ങളെ എല്ലാ ഗഫ്ലത്തുകൾ അശ്രദ്ധകൾ അല്ലാഹു നീക്കി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഈ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. നാം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ തല മുതൽ കാല് വരെ ആരോഗ്യം നൽകണം റഹ്മാനെ. കിടത്തത്തിലാകുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞ ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സദസ്സാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഖൈവാക്കരുത് റഹ്മാനെ, ഒരാളെയും നീ ഖൈവാക്കരുത് റഹ്മാനെ. അവർ ചെയ്യുന്ന ബിസിനസ് ഏർപ്പാട് കച്ചവടങ്ങളിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, ഇസ്സത്ത് കൊടുക്കണം റഹ്മാനെ.
മരണം വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ ഈമാനോടെ തഖ്വയോടെ ഞങ്ങളെയും അവരെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാൻ. ഞങ്ങളുടെ മക്കളെ നീ ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാൻ. നിന്റെ ഇഷ്ടം നൽകണം റഹ്മാൻ. ആഫാത്തുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമീനായ റബ്ബേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങൾ വാദിക്കുന്നത് മാത്രമാണ് റഹ്മാൻ. ആ മഹബ്ബത്തിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ഖൽബിൽ നീ നൽകണം റഹ്മാൻ. അവിടുത്തെ മുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാൻ. എല്ലാവിധ വഷളത്തരങ്ങളിൽ നിന്ന് ഫളീഹാത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഹറാമുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാൻ. ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണം റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات امين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد.